രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ആനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോऽഹം തവ കേശവ. ശുഗരൂപപ്രബോധജ്ഞാം സർവശാസ്ത്രവിശാരദാം ഏതത്കഥാപ്രകാശേന മദജ്ഞാനം വിനാശയാം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശാം യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. വംശീവിഭൂഷിതകരാത് നവനീരതാഭാത് പീതാംബരാതരുണബിംബപരാധരോഷ്ഠാത് പൂർണേന്ദുസുന്ദരമുഖാദരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ശ്രീകൃഷ്ണശരണം സമസ്തജഗതാം കൃഷ്ണം വിനാ കാഗതി കൃഷ്ണേന പ്രതിഹന്യതേ കലിമലം കൃഷ്ണായ തുഭ്യം നമാം. കൃഷ്ണാൽത്രസ്യതി കാലഭീമഭുജഗം കൃഷ്ണസ്യ സർവം വശേ കൃഷ്ണേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ ഭോ കൃഷ്ണ ത്വം ഏവ ആശ്രയഃ. ശ്രീഹരേ നമഃ.
മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ദുര്യോധനൻ്റെ ദുർവാക്കുകൾ കേട്ട് മനോവേദനയോടുകൂടി ഹസ്തിനാപുരം ഉപേക്ഷിച്ചു പോയ വിതുരൻ തീർത്ഥയാത്ര കഴിഞ്ഞ് പല പുണ്യക്ഷേത്രങ്ങളും ദർശിച്ച് പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് ധാരാളം മഹാത്മാക്കളെ ദർശിച്ച് സത്സംഗം സാധിച്ച് അവസാനം ഭഗവാന്റെ പ്രിയ ഭക്തനും ശിഷ്യനുമായ ഉദ്ധവസ്വാമിയിൽ നിന്ന് ഭഗവാന്റെ സ്വധാമഗമന വാർത്തയും അറിഞ്ഞ് ഭഗവത് മഹിമകളെ പാടി തിരിച്ച് ഭഗവത് നിർദ്ദേശമനുസരിച്ച് മൈത്രേയ മഹർഷിയുടെ അടുത്ത് നിന്ന് ആത്മതത്വത്തെ ഗ്രഹിച്ച് ഭഗവത് ഭക്തനായ അദ്ദേഹം കൃതകൃത്യനായി തിരിച്ചു വന്നു. എന്തിനു തിരിച്ചു വന്നു? അദ്ദേഹം ജ്യേഷ്ഠനോടുള്ള കൃപ കൊണ്ട് തിരിച്ചു വന്നു അർത്ഥം. വാസ്തവത്തിൽ അദ്ദേഹം ഈ കൊട്ടാരത്തിലൊന്നും താമസിക്കേണ്ട ആഗ്രഹമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ധൃതരാഷ്ട്ര മഹാരാജാവിനെ മുക്തനാക്കണം എന്ന് ഒരു മോഹം. അതെന്താ? ഇതാണ് അത്രയും മഹാന്മാരുടെ ഒരു തകരാറ്. മഹാത്മാക്കൾക്ക് ഈ കഷ്ടപ്പെടുന്ന അജ്ഞാനികളെ കണ്ടാൽ ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. അതാണ് കാരണം. എന്താ? അവരൊരു കാലത്ത് ഈ സംസാര ദുരിതം അനുഭവിച്ചാണല്ലോ. അതിനപ്പുറത്തേക്ക് കടന്നപ്പോൾ ആ ഇരുട്ടിനപ്പുറത്ത് മഹാസുന്ദരമായ വെളിച്ചം ഉണ്ടെന്ന് അനുഭവിച്ചപ്പോൾ ഈ ഇരുട്ട് ഗുഹയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരാളെയെങ്കിലും ഇവിടുന്ന് ഒന്ന് പുറത്തേക്ക് കടത്തിയാൽ കൊള്ളാമെന്ന് മോഹം ഉണ്ടാവും. അത്രേ ഒരു ജീവനെയെങ്കിലും സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആയാൽ അതിനേക്കാൾ വലിയൊരു ഉപകാരം സമാജത്തിന് ചെയ്യാനില്ല. അതുകൊണ്ട് അജ്ഞാനികളോട് ഒരിക്കലും തോറ്റു കൊടുക്കാറില്ല ജ്ഞാനികൾ, മഹാത്മാക്കൾ. അതുകൊണ്ടാണ് എത്ര പ്രാവശ്യം തോറ്റത് ഈ ധൃതരാഷ്ട്രന് ഉപദേശം കൊടുത്ത് ഇവരെ അല്ലേ. പക്ഷെ ഇപ്പോൾ വീണ്ടും ഒരു ട്രയൽ കൂടി ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ യാതൊരു വിവരമില്ലായിരുന്നു. എവിടെ പോയി എന്നൊന്നും അന്വേഷിച്ചിട്ടും യാതൊരു വിവരമില്ലായിരുന്നു പാണ്ഡവന്മാർക്ക്. അതുകൊണ്ട് തന്നെ അവരൊക്കെ വളരെ ദുഃഖിതരുമായിരുന്നു. ഇപ്പോൾ രാജ്യമൊക്കെ കൈവന്ന സമയത്ത് അതിലൊക്കെ പങ്കുകൊള്ളാൻ തങ്ങൾക്ക് എപ്പോഴും രക്ഷകനായിരുന്ന ഇളയച്ചനില്ലല്ലോ എന്നുള്ള സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എതിർച്ചയാ ഒരു ദിവസം വിതുരൻ്റെ പുനരാഗമനം. അവർക്കൊക്കെ വളരെയധികം പ്രാണൻ നഷ്ടപ്പെട്ട ജീവന് ഈ കുട്ടിക്ക് പ്രാണൻ തിരിച്ചു കിട്ടിയത്ര സന്തോഷം ഉണ്ടാവും. ഇതുപോലെയുള്ള സന്തോഷം ഉണ്ടായി. വളരെ സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ എല്ലാവരും അദ്ദേഹത്തിനെ നമസ്കരിച്ച് ബഹുമാനത്തോടുകൂടി സ്വീകരിച്ചു. അതിനുശേഷം ആഹാരമൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ചിരിക്കുമ്പോൾ ചോദിച്ചു, ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ അങ്ങ് പോയി, ഏതെല്ലാം തീർത്ഥസ്ഥലങ്ങളിൽ അങ്ങ് പോയി, ഏതെല്ലാം മഹാത്മാക്കളെ കണ്ടു. ആ പോകുന്ന കൂട്ടത്തിൽ പല സ്ഥലങ്ങളിലും അങ്ങ് പോയിണ്ടാവും. ആ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരന്മാരും നമ്മുടെ പ്രാണനാഥനും യാദവന്മാർക്കൊക്കെ ദൈവതുല്യം ആരാധ്യനുമായ ആ ശ്രീകൃഷ്ണനെക്കുറിച്ചും ആ ശ്രീകൃഷ്ണൻ്റെ ആളുകളെക്കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ടായോ? അവിടുത്തെ വർത്തമാനങ്ങൾ എന്തൊക്കെയാണ്, ദ്വാരകയിലെ വർത്തമാനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂട്ടത്തിൽ ചോദിക്കുകയും ചെയ്തു അർത്ഥം. പക്ഷേ ദ്വാരകയിലെ വർത്തമാനം ഒന്നും വിതുരൻ പറഞ്ഞില്ല. ബാക്കിയുള്ള വർത്തമാനങ്ങളൊക്കെ പലതും പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടി അവരോടുകൂടി അവരുടെ സന്തോഷത്തിന് വേണ്ടി കുറച്ച് ദിവസം അവിടെ താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ധർമ്മപുത്ര മഹാരാജാവ് നേരത്തെ തന്നെ പറഞ്ഞു, കൃഷ്ണപാദാം ഉപാസന കൊണ്ട് കൃഷ്ണപാദാംബുജാശ്രയമായതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങളെ സർവാത്മനെ ആശ്രയിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ പരമഭക്തി ഉണ്ടായി. അതുകൊണ്ട് ലോകവിഷയങ്ങളിൽ ഒന്നിലും ആശയില്ലാണ്ടായി എന്നർത്ഥം. ഈവൻ ദോ സ്വർഗരാജ്യത്തെ ദേവേന്ദ്രനെപ്പോലെ ഭൂമിയിൽ അദ്ദേഹം കീർത്തിമാനായി എല്ലാവിധ സൗഭാഗ്യങ്ങളോടുകൂടി വാണുവെങ്കിലും അദ്ദേഹത്തിന് അതിലൊന്നും ആയിരുന്നില്ല മനസ്സ്. പക്ഷേ പൗത്രനായ പരീക്ഷത്ത് ജനിച്ചതോടുകൂടി ആ പരീക്ഷത്തിൽ അത്യധികം ആഗ്രഹം ഉണ്ടായി, ആസക്തി ഉണ്ടായി. അദ്ദേഹം കളർന്നു വന്ന് മഹാനായി നമ്മുടെ പൂർവികന്മാരെ രാജ്യം ഭരിക്കുമല്ലോ എന്ന സന്തോഷത്തോടുകൂടി എല്ലാവരും പാണ്ഡവരൊക്കെ ആ ഗൃഹാദികളിൽ തന്നെ മുഴുകിക്കൊണ്ടിരുന്നു. ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദീഹയ അത്യക്രാമദവിജ്ഞാത കാലഹ പരമദുസ്തരഃ. ഇങ്ങനെ പേരക്കുട്ടിയുടെ ആ മുഖാരവിന്ദം കണ്ടുകൊണ്ട് വെളുത്ത പക്ഷത്തിൽ വളർന്നു വരുന്ന ചന്ദ്രനെ മാതിരി എന്ന് പറഞ്ഞു അല്ലേ. വെളുത്ത പക്ഷത്തിൽ ചന്ദ്രൻ വലുതായി വരുന്ന പോലെയാണ് ഈ രാജകുമാരൻ പാണ്ഡവന്മാരുടെ സ്നേഹവാത്സല്യാദികൾ ശുശ്രൂഷാദികളൊക്കെ അനുഭവിച്ചുകൊണ്ട് വളർന്നു വന്നത്. അങ്ങനെ ഇവർ സന്തോഷമായിട്ട് കഴിയുകയാണ്. എന്തായാലും അങ്ങനെ കഴിയുമ്പോൾ പരമദുസ്തരഃ കാലഹ, ആർക്കും ജയിക്കാൻ കഴിയാത്ത, ആരാലും അതിക്രമിക്കാൻ കഴിയാത്ത കാലം വളരെ കഴിഞ്ഞുപോയി. കാലം കഴിഞ്ഞു എന്നർത്ഥം ആയുസ് പോയി എന്നർത്ഥം. പ്രായമായി, മരണസമയമായി എല്ലാവർക്കും. വിദുരഃ തദഭിപ്രേത്യ
ധൃതരാഷ്ട്രം അഭാഷത രാജൻ നിർഗമ്യതാം ശീഘ്രം പശ്യേതം ഭയമാഗതം. ഇങ്ങനെ നമ്മൾ പല വിഷയങ്ങളിൽ ആസക്തരായി കഴിയുമ്പോൾ കാലം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ലല്ലോ. ആയുസ് പോകും, പറന്നു പോകും, ജീവിത ലക്ഷ്യം മറന്നും പോകും. നമ്മൾ ഇതിൽ മുഴുകുമ്പോൾ ജീവിത ലക്ഷ്യം മറക്കും, പക്ഷേ ആയുസ് പറന്നു പോവുകയും ചെയ്യും. ഇതാരും അറിയണില്ല. പക്ഷേ വിതുരൻ ഇത് ശ്രദ്ധിച്ചു. അതുകൊണ്ട് വിതുരൻ വിചാരിച്ചു ഇനി ഇവിടെ കഴിഞ്ഞാൽ പോലെ പറയെ തിരിച്ചു വന്ന് പിന്നെ 15 വർഷം പാണ്ഡവരുടെ സന്തോഷത്തിന് വേണ്ടി ധർമ്മപുത്രൻ ചക്രവർത്തിയായിട്ട് അങ്ങനെ കഴിഞ്ഞു എന്നാണ് പറയുക മഹാഭാരതത്തിൽ. എന്തായാലും അത്രയായപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇനി സമയം അധികമില്ല, ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രനും മരിക്കാൻ സമയമായിരിക്കണം, അദ്ദേഹത്തിനെ സൽഗതിക്ക് വേണ്ടി പ്രേരിപ്പിച്ച് കൂട്ടിയിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് വിതുരഹാത്തം അഭിപ്രേത്യം. വിതുരന് ഇത് മനസ്സിലായി, അറിഞ്ഞു ഏത് കാലം വന്ന് കാത്തു നിൽക്കുക എന്നുള്ളതേ. അവരുടെ ഉടനെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു. ധൃതരാഷ്ട്രൻ വളരെ സന്തോഷമായി. അല്ലേ, സഹോദരൻ എന്ന് പലതും പറഞ്ഞു നിന്നാണ്. അന്ന് സഹോദരൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്കൊന്നും ആശ ഉണ്ടാവില്ലായിരുന്നു, ഈ ഒരു ദുരവസ്ഥ വരില്ലായിരുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കണ്ണീരോടുകൂടി അദ്ദേഹം ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, രാജൻ നിർഗമ്യതാം ശീഘ്രം. രാജൻ, ശീഘ്രം നിർഗമ്യതാം, വേഗം ഇവിടുന്ന് പുറപ്പെട്ടോളൂ, ഈ കൊട്ടാരം വിട്ട് വേഗം പുറത്തു കിടക്കൂ എന്നാണ് പറഞ്ഞത്. തെക്ക് ഉപേക്ഷിച്ച് വേഗം പുറപ്പെടും ഇവിടുന്ന്. പശ്യേതം ഭയം ആഗതം. ആഗതം ഇതം ഭയം പശ്യ. വലിയൊരു ഭയം നമ്മെ കാത്തു നിൽക്കുന്നുണ്ട് എന്നർത്ഥം. എന്താ ഭയം? മൃത്യുഭയം, മരണഭയം എല്ലാവരെയും കാത്തു നിൽക്കല്ലേ. അതുകൊണ്ട് ആ മരണഭയം വെച്ചാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മരിക്കാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയല്ലേ. അതിന് നോക്കൂ, ആഗതം ഇതം ഭയം പശ്യ. നമ്മെ ആലിംഗനം ചെയ്യാൻ അഥവാ വിഴുങ്ങാൻ വേണ്ടി നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഈ ദുസ്തരമായ ഭയത്തെ കണ്ടാലും അതുകൊണ്ട് ഇത് രക്ഷപ്പെടാൻ വേണ്ടി വേഗം ഇവിടുന്ന് പുറപ്പെടൂ എന്നർത്ഥം. പ്രതിക്രിയാനയസ്യേഹ കുതശ്ചിൽ കർഹിജിൽ പ്രഭോ സ ഏഷ ഭഗവാൻ കാലഃ സർവേഷാം ന സമാഗതഃ. പറയാണ്, ഈ മരണം എന്നൊന്നിന് മാത്രം പ്രതിക്രിയ കർഹിജിൽ ന ഭവതി എന്നും, ആർക്കും ഒരു പ്രതിവിധിയും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സ ഭഗവാൻ കാലഃ, ആ കാലഭഗവാൻ നമ്മളെല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടി ദാ അടുത്ത് വന്നു കഴിഞ്ഞു എന്നർത്ഥം. ആരാലും ഒന്നിനാലും തടുക്കാൻ കഴിയാത്തതാണ് മൃത്യുഭയം. അതാരാ അതിൻ്റെ അധിപൻ എന്നാണെങ്കിലോ ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് കാലം. അതുകൊണ്ട് കാലസ്വരൂപനായ ഭഗവാൻ കാലഹ എന്നാണ് വിശേഷിപ്പിച്ചത്. ഭഗവാൻ തന്നെയാണ് കാലമായി നമ്മളെ വിഴുങ്ങുന്നത്, അല്ലെങ്കിൽ സമീപിക്കുന്നത്, നമ്മുടെ ആയുസ്സിനെ അപഹരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ നമ്മയൊക്കെ സമീപിച്ചു കഴിഞ്ഞിരിക്കണോ. ഒരിക്കലും തടുക്കാൻ കഴിയാത്ത ആ അന്ത്യകാലം വന്നു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ മരിക്കണ കാര്യം ആരും ആലോചിക്കില്ലല്ലോ. അല്ലേ, നാളെ മറ്റന്നാൾ അടുത്ത ആഴ്ച നമ്മൾ മരിക്കുന്ന ആരെങ്കിലും അറിയോ? ഇനി ഒരാഴ്ച ആയുസുള്ളൂ. അത് വിതുരന് മനസ്സിലായി. വിതുരൻ ജ്ഞാനിയേ. അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി, അയ്യോ. അപ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന്, അയ്യോ ഈ വീടും ഈ ധനവും ഈ പദാർത്ഥങ്ങളും ബന്ധുമിത്രാദികളൊക്കെ വിട്ടുവിടുന്ന പോവേ. അത് നമുക്ക് ആലോചിക്കാനേ പറ്റില്ല അല്ലേ. അത് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും. പറയാണ്, ഏന ചൈവാഭിപന്നോയം പ്രാണൈഹി പ്രിയതമൈരപി ജനസദ്യോ വിയുജ്യേത കിമുത അന്യൈർധനാദിപിഹി. പണത്തിൻ്റെയും ബന്ധുക്കളുടെയും വീടിൻ്റെയും സ്വത്തിൻ്റെയും കഥ അവിടെ ഇരിക്കട്ടെ. പറയാം, പ്രാണൈഹി പ്രിയതമൈരഹി, എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ? അവനവൻ്റെ പ്രാണൻ അല്ലേ. ഈ പ്രാണനെ തന്നെ വെടിഞ്ഞ് ഇവിടുന്ന് പോകണം. പിന്നെന്താ പ്രിയപ്പെട്ടത്? ലാളിച്ച് പരിപാലിച്ച് സുഖിപ്പിച്ച് കൊണ്ടിരുന്ന ഈ ശരീരം അല്ലേ. ഈ ദേഹത്തെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഈ ദേഹത്തെ നിലനിർത്തുന്ന പ്രാണനെയും ഉടനെ വിട്ടുപോകേണ്ടി വരണു. അങ്ങനെയിരിക്കെ പിന്നെ ധനാദികളെ വിട്ടുപോകേണ്ടി വരുന്ന കഥ വിശേഷിച്ച് പറയണോ എന്ന് ചോദിക്കാം. പ്രിയതമൈഹി പ്രാണൈഹി സദ്യ വിയുജ്യേത. ഉടനെ ആളുകൾക്ക് വിയോഗം വരും. കാലം വന്നു കഴിഞ്ഞാൽ പ്രാണനെയും ദേഹത്തെയും പിടിക്കണം അല്ലേ. അപ്പം പിന്നെ ഈ ദേഹസംബന്ധികളുടെ കഥ പറയാനുണ്ടോ ചോദിക്കുക. ബന്ധുമിത്രാദികളായാലും ശരി, അതുപോലെ സമ്പത്ത് മുതലായതായാലും ശരി, ആർക്കും ഉപേക്ഷിക്കാതിരിക്കാൻ വയ്യ എന്നർത്ഥം. അങ്ങനെ ഇരിക്കെ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭഗവാനെ ഭജിക്കാൻ വേണ്ടി പുറപ്പെടണം എന്നാണ് സൂചന. അപ്പം ഈ വിയോഗം ഇന്നല്ലെങ്കിൽ നാളെ സർവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്നർത്ഥം.
അപരിഹാര്യമാണ് എന്നർത്ഥം. ഈ വിചാരത്തോടു കൂടി നമ്മൾ ജീവിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം ഓരോ ദിവസവും നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയില്ല അർത്ഥം. എപ്പോഴും ഈശ്വരസ്മരണയോടുകൂടി ജീവിക്കാൻ സാധിക്കും. ഇത്രയൊക്കെ ആയിട്ടും ഈ ധർമ്മരാഷ്ട്രനോട് പറയുകയാണ്, ഇവിടെ ഇങ്ങനെ ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഇവരുടെ ഊണും കഴിച്ച് ഇങ്ങനെ ചടഞ്ഞുകൂടി കിടക്കാൻ അങ്ങേക്ക് തോന്നൂലോ, കഷ്ടം. ധൃതരാഷ്ട്രൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ വിതുരന് മരിച്ചു, സഹോദരന്മാർ മരിച്ചു, സുഹൃത്തുക്കൾ മരിച്ചു, മക്കളെല്ലാവരും മരിച്ചു അല്ലേ. അതിനെ പിതാവെന്ന് ഇവിടെ സൂചിപ്പിച്ചത് വ്യാസനെയല്ല. അത് വ്യാസനെയാണെങ്കിൽ പിതാവെങ്കിലും തന്നെ അച്ഛനെ പോലെ വളർത്തിയത് ഭീഷ്മരാണ് അല്ലേ. അതുപോലെ സഹോദരങ്ങളും അതുപോലെ എല്ലാവരും മരിച്ചു കഴിഞ്ഞു അല്ലേ. അത്രല്ല, ആത്മാജ വിഗതം വയഹ, ശരീരത്തിൻ്റെ യൗവനമൊക്കെ പോയി കഴിഞ്ഞു. ആത്മാജ ജരയാഗ്രസ്ത, അദ്ദേഹം ജരാനരകൾ ബാധിക്കുകയും ചെയ്യുന്ന അർത്ഥം. തഥാപി, എന്നിട്ടും പരഗേഹമുപാസസേ, അന്യൻ്റെ ഗൃഹത്തിൽ, അതും ശത്രുവിൻ്റെ ഗൃഹത്തിൽ അവരുടെ ഔദാര്യത്തിന് അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ കഴിയാന്ന് വെച്ചാൽ ഇതിനേക്കാൾ കഷ്ടം എന്താ ഉള്ളത് ചോദിക്കുക. ഇത് ഓരോന്നും നമ്മളെ വേഗം ഈ സംസാരത്തിൽ നിന്ന് വിരമിക്കാൻ പ്രേരിപ്പിക്കേണ്ടതാണ്. എന്ത്, ബന്ധുമിത്രാദികൾ ഉപേക്ഷിച്ച് പോയി, അച്ഛനമ്മമാരുടെ മരണം അല്ലേ, വിയോഗം, ബന്ധുമിത്രാദികളുടെ വിയോഗം, തൻ്റെ ഒപ്പമുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു, തൻ്റെ മക്കൾ ഒരെണ്ണം പോലും ശേഷിക്കണില്ല. ഇങ്ങനെ എല്ലാവരും മരിച്ചിട്ട് താനൊരാൾ ഇങ്ങനെ കൊട്ടാരത്തിൽ, അതും വേറൊരാളുടെ വീട്ടിൽ അയാളുടെ പരാശ്രയത്തിൽ ഇങ്ങനെ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ എത്ര പരിതാപകരമാണ് അല്ലേ. മതി ജീവിതം തോന്നി വൈരാഗ്യം വന്ന് ഭഗവാനിലേക്ക് തിരിയേണ്ടതല്ലേ ചോദിക്കുക. തിരിയണില്ലല്ലോ, അങ്ങ് അങ്ങനെ തോന്നണില്ലല്ലോ, കഷ്ടം, ഇവിടെ ഇങ്ങനെ പറ്റിക്കൂടാൻ എങ്ങനെ തോന്നണു അങ്ങേക്ക് എന്ന് ചോദിക്കുക. വെച്ചാൽ വിതുരൻ്റെ വാക്കുകൾ സ്നേഹത്തോടു കൂടിയുള്ള വാക്കുകളല്ല, പരുഷമായ വാക്കുകളാണ്. പുണ്ണിൽ കൊള്ളിവെക്കും പോലെയുള്ള വാക്കുകൾ അദ്ദേഹം പറഞ്ഞത്. എന്നാലെങ്കിലും അദ്ദേഹത്തിന് വിരക്തി വരട്ടിച്ചിട്ടാണ്. അഹോ മഹീയസീ ജന്തോഹോ ജീവിതാശായയാ ഭവാൻ ഭീമേനാവർജിതം പിണ്ടമാദത്തെ ഗൃഹപാലവത്. ഈ പറഞ്ഞത് കൂടാതെ ഇതൊക്കെ ഓർമ്മിപ്പിക്കുക. ആരാ ഇപ്പം അങ്ങയുടെ ഇവിടെ ഉള്ളത്? ആർക്ക് വേണ്ടി അങ്ങ് ജീവിക്കേണ്ടത് അല്ലേ? അവരെല്ലാവരും അങ്ങേ പിരിഞ്ഞു പോയി. അങ്ങേക്കാണെങ്കിലും വയസ്സ് ഇത്രയും ജരാനരകൾ ബാധിച്ചു. എന്നിട്ടും ശത്രുവിൻ്റെ ആ കൊട്ടാരത്തിൽ ഇങ്ങനെ അവഗണനയോടെ കഴിയേണ്ട ഗതികേട്. എന്നിട്ട് ജീവിക്കണമെന്ന് ഇവിടുന്ന് പോകാൻ തോന്നണില്ലല്ലോ, കഷ്ടം. ഇനി സുഖമായി ജീവിക്കണമെന്നല്ലേ തോന്നണത്. ഓ ജീവിതാശ ബലിയസി എന്നർത്ഥം. മനുഷ്യരുടെ അല്ലെങ്കിൽ ജീവന്മാരുടെ ജന്തുക്കളുടെ എനിക്ക് ജീവിക്കണം എന്നുള്ള ആശയുണ്ടല്ലോ, അത് വളരെ വലുത് തന്നെ. ആശ്ചര്യം പറയാം. ഇവിടെ എങ്ങനെയാണ് അങ്ങ് കഴിയണത്? ഭീമേന ആവർജിതം പിണ്ടം. ഭീമസേനൻ അവജ്ഞയോടുകൂടി തരുന്ന ആ ചോറുണ്ടുണ്ട് ഒരു ശ്വാവിനെ മാതിരി. ഗൃഹപാലവത്, ഗൃഹപാലൻ ഗൃഹത്തെ പാലിക്കുന്ന നായ, ശുനകനെ മാതിരി എന്നർത്ഥം അല്ലേ. ഉടമസ്ഥൻ അവരെ ഊണൊക്കെ കഴിഞ്ഞാൽ ഒരു ഉരുള ചോറ് കൊണ്ടുവരണതിനെ കാത്തുകൊണ്ട് അവിടെ ഇങ്ങനെ കാത്തു കിടക്കുന്ന ആ ഒരു മുതുക്കൻ നായയെ മാതിരിയുടെ ആണ് അങ്ങയുടെ പ്രഥമ അവസ്ഥ എന്ന് വ്യംഗ്യം. അത് ആരെ കൊണ്ടുവരുന്നത്? ഭീമേന ആവർജിതം. അവജ്ഞയോടുകൂടി ഭീമസേനൻ ഒരു തരുന്ന ചോറുരുളയെ വേണ്ടി കാത്തു കിടക്കുക. എന്താ ഭീമസേനൻ തന്നെ ചോറുള്ള എന്ന് പറയാൻ കാരണം? തൻ്റെ മകൻ്റെ ദുശാസനൻ്റെ മാറ് പിളർന്ന് ആ കയ്യിൽ നിറച്ച് രക്തമെടുത്ത് പാഞ്ചാലിയുടെ തലമുടി കെട്ടുക എന്ന് പ്രതിജ്ഞ ചെയ്ത് അങ്ങനെ തലമുടി കെട്ടിയാളാണ് അല്ലേ. അപ്പം തൻ്റെ പുത്രൻ്റെ രക്തം പുരണ്ട കൈകൊണ്ട് ഉരുട്ടിത്തരുന്ന ചോറ് അവജ്ഞയോടുകൂടി മേടിച്ച് കഴിച്ചുകൊണ്ട് സുഖമായിട്ടിരിക്കുക അല്ലേ. ഇങ്ങനെ എന്തിനാ പറയണത്? ഇത് കേൾക്കാൻ സുഖമായിട്ടുള്ള വാർത്തയാണോ? അല്ലല്ലോ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അതിന് വിരക്തി ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് അർത്ഥം. അതും എങ്ങനെ കഴിയുന്നു? അവഗണനയും നിങ്ങളിവിടെ വേണമെന്ന് അവർക്ക് ആഗ്രഹമൊന്നുമില്ല. പിന്നെ നിവൃത്തിയില്ലാതെ നിങ്ങളെ നോക്കണമെന്നേ ഉള്ളൂ ഇവർ. അതാണ് ആ അവഗണനയെ കാണിക്കാനാണ് ശ്വാവിനെ മാതിരി എന്ന് പറഞ്ഞത്. നായയെ മാതിരി, ഗൃഹം പാലിക്കുന്ന നായയെ മാതിരി കാത്തു കിടന്ന് ആ ഭീമസേൻ അവജ്ഞയോടുകൂടി തന്ന ചോറ് കൊണ്ടുകൊണ്ട് ജീവിക്കണമല്ലോ അങ്ങ്. ഐശ്വര്യം തന്നെ കേട്ടോ. ഈ എന്തൊക്കെ നാശനഷ്ടങ്ങളും ദുഃഖങ്ങളും ഉണ്ടായാലും ഇനിയും ജീവിക്കണം എന്നുള്ള ഈ ജന്തുക്കളുടെ ജീവിത ആശാ ബലം തന്നെ അല്ലേ, ശക്തം തന്നെ എന്ന് പറയാം. അത് പൊതുവെ എല്ലാ ജീവികളിലും ഉള്ളതാ അല്ലേ. എത്ര കഷ്ടം വന്നാലും നാളെ സുഖാവും മറ്റന്നാൾ സുഖാവും എനിക്ക് ജീവിക്കുന്നതേ മോഹിക്കുക. അതൊരു പൊതുവായിട്ടുള്ള ജീവികളുടെ സ്വഭാവമാണ്. പക്ഷേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇങ്ങനെ ജീവിക്കണേ നാണക്കേടാ, ജീവിക്കാണ്ടിരിക്കണം ഭേദം. ഇനി ചോദിക്കുകയാണ്, എങ്ങനെ അങ്ങേക്ക് ഈ പാണ്ഡവന്മാരുടെ ഔദാര്യത്തിൽ കഴിയാൻ മനസ്സ് വരും? എന്താ കാരണം?
ഇവരെ ഇല്ലാണ്ടാക്കാനല്ലേ അങ്ങ് ആദ്യവസാനം തൻ്റെ മക്കൾക്ക് കൂട്ടുന്നത്? അഗ്നിദൃഷ്ടോ ദത്തശ്ച ഗരോദാരാശ്ച ദൂഷിതാഃ ഹൃദം ക്ഷേത്രം ധനം യേഷാം തദ്ദത്തൈഃ അസുഭിക്യത്. അഗ്നിനിധൃഷ്ടഃ, ആരുടെയാണോ വീടിന് തീയിട്ട് അവരെല്ലാവരെയും അതിലിട്ട് കൊല്ലാൻ അങ്ങ് ശ്രമിച്ചത്, അഥവാ അങ്ങ് നേരിട്ട് ശ്രമിച്ചില്ല ദുര്യോധനന് അതിന് കൂട്ടുനിന്നല്ലോ. അങ്ങയുടെ ധൃതരാഷ്ട്രൻ്റെ അറിവോടുകൂടിയ കൗരവന്മാർ ഈ ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പണ്ടവരെ. അതാ ലാക്ഷാഗ്രഹം അല്ലേ, തീയിട്ടു. അതാണ് അവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ആരെയാണോ അരക്കില്ലുണ്ടാക്കിയിട്ട് അതിലിട്ട് തീയിട്ട് ചാമ്പലാക്കാൻ ശ്രമിച്ചത് അതിന് കൂട്ടുന്നത്, ആർക്കാണോ ഗരോദത്താശ്ച ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊല്ലാൻ ശ്രമിച്ചത് ഭീമസേനയൊക്കെ, ധാരാശ്ച ദൂഷിതാഹ ആരുടെയാണോ പത്നിമാർ ദുഷിക്കപ്പെട്ടത്, ഇവരുടെ പത്നി, ഇതെല്ലാവരെയും പത്നി ഒരാളാണ്, പാഞ്ചാലിയെ ആ സദസ്സിൽ വെച്ച് അപമാനിച്ചു. ഹൃദം ക്ഷേത്രം, ധനവും ഭൂമിയെല്ലാം കള്ളച്ചൂതിലൂടെ അപഹരിച്ചത്, തത്തൈഹി അസുവിക്രിയത്. അപ്പം ആരെ ശത്രുവായി കണ്ടിട്ട് അവരുടെ സമ്പത്തിനും പ്രാണനും ധനത്തിനും ഒക്കെ നാശം ചെയ്തു, അവരെ തന്നെ അഗ്നിയിലിട്ട് ചുട്ടു കൊല്ലാൻ നോക്കി, വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി, സർവരുടെയും മുമ്പിൽ വെച്ച് അവരുടെ ധർമ്മപത്നിയെ അപമാനിച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പോൾ ആരുമില്ലാണ്ടായ സമയത്ത് ഈ ശത്രുവായി കണ്ട അവരുടെ ഔദാര്യത്തിനും കീഴിൽ അവർ തരുന്ന ചോറുമുണ്ടുകൊണ്ട് ഈ പ്രാണനെ നിലനിർത്താൻ ആഗ്രഹിക്കണമല്ലോ അങ്ങ്. തദ്ദത്തൈഹി അവർ തരുന്ന അന്നാദികളെ കൊണ്ട് അസുഭിഹി, പ്രാണനെ നിലനിർത്തിയിട്ട് വെച്ചാൽ ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം? എന്താ അങ്ങനെ ചോദിച്ചത്? ഇങ്ങനെയുള്ള ഇവരുടെ ഊണ് കഴിച്ച് ജീവിക്കണേക്കാൾ ഭേദം മരണമാണ് ശ്ലാഘ്യം എന്ന്. അതാണ് വ്യംഗ്യം. തസ്യാവി തവദേഹോയം കൃപണസ്യരീ വിഷോഹോ പരൈത്യനിച്ഛതോ ജീർണോ ജരയാവാസസി ഇവ. ഇനിയിപ്പോൾ ആ ജീവിക്കാനുള്ള ആശ കൊണ്ട് ഇവരെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചതാണ് എങ്കിലും അവരുടെ അപമാനത്തോടുകൂടുള്ള ഊണ് കഴിച്ചിട്ടായാലും ജീവിക്കാം എന്നങ്ങ് വിചാരിച്ചാലും ഇനി ഞങ്ങൾക്ക് അധികം കാലം ജീവിതമില്ല പറയാം. എന്നാൽ എനിക്ക് ജീവിക്കണം എന്നുള്ള അങ്ങയുടെ ഈ ആഗ്രഹം ഉണ്ടല്ലോ, ഇനി അധികം നടക്കാൻ പോകുന്നില്ല. എന്താ കാരണം? ജരയാ വാസസി ഇവ ദേഹ ജീർണ. എന്താ കാരണം? വസ്ത്രം പഴതായി ജീർണിച്ചതുപോലെ അങ്ങയുടെ ഈ ശരീരം ജരാനരകൾ ബാധിച്ച് ജീർണിച്ചു കഴിഞ്ഞിരിക്കണു. ആരും ദേഹനാശം ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? പരൈലി അനിച്ഛത, ആരും ഇച്ഛിക്കുന്നില്ല ഈ ദേഹം നശിക്കണമെന്ന്. പക്ഷേ എന്തു ചെയ്യാം? മരിക്കാൻ ആഗ്രഹമില്ലെങ്കിലും ഈ ശരീരം ജരാനരകളെ കൊണ്ട് ജീർണിച്ച വസ്ത്രം പോലെ ആയിക്കഴിഞ്ഞിരിക്കണു. അതുകൊണ്ട് ഇനി അങ്ങയ്ക്ക് അധികം കാലം ആയുസ്സുമില്ല പറയാം. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധന അവിജ്ഞാത ഗതിർജഹ്യാൽ സവൈ ധീര ഉദാഹൃത. ആരാണ് ധീരൻ? വിവേകിയായ ആൾ പറയാണ്. ഇങ്ങനെയൊക്കെ ആണ് ജീവിതത്തിൻ്റെ സ്ഥിതി എന്ന് മനസ്സിലാക്കിയിട്ട് ആരാണോ ഈ ദേഹത്തിലും ദേഹസംബന്ധികളിലൊക്കെ ആസക്തി വിട്ട് വിരക്തനായിട്ട് മുക്തബന്ധന സമസ്ത അഭിമാനങ്ങളെയും വിട്ട് അവിജ്ഞാതഗതി എവിടെ പോയി എന്ന് ബന്ധുമിത്രാദികൾ പോലും അറിയപ്പെടാതെ ജഹ്യാൽ പുരുഷാർത്ഥത്തിന് പറ്റാത്തതായി ഈ ദേഹത്തെ ആരാണോ ഇപ്രകാരം ആരും അറിയാതെ ഉപേക്ഷിക്കുന്നത് സവൈ ധീര, അവനാണ് ധീരെന്ന് മഹാത്മാക്കൾ പറയുന്ന അർത്ഥം. ശരീരത്തിൻ്റെ ഉദ്ദേശം എന്താ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന പുരുഷാർത്ഥമാണ്. ജരാനരകൾ ബാധിച്ചു പരാശയത്തിൽ കഴിയേണ്ടി വന്നാൽ പിന്നെ ഈ ശരീരം പുരുഷാർത്ഥ സാധകമാണോ? പുരുഷാർത്ഥം സാധിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള ഈ ശരീരത്തിൽ വിരക്തി വന്ന് അഭിമാനത്തെ വിട്ട് ആരും അറിയാതെ എവിടെയെങ്കിലും പോയി ശരീരത്തെ ഉപേക്ഷിക്കണത്രേ. അവനാണ് ധീരൻ എന്ന് പറയാം. ഇത് സ്വന്തം നിലയ്ക്ക് തോന്നണം. ഇല്ലെങ്കിലോ മറ്റുള്ളവരുടെ ഉപദേശം കൊണ്ടെങ്കിലും മനസ്സിലേക്ക് ചെയ്യണത്രേ. യസ്വകാത് പരതോ വേഹ ജാത നിർവേദ ആത്മവാൻ ഹൃദയ ഹൃത്വാഹരിം ഗേഹാൽ പ്രവ്രജേൽസ നരോത്തമ. എങ്ങനെയാണ് അദ്ദേഹം ആരും അറിയാതെ എല്ലാം വിട്ടു പോയി ഈ ദേഹത്തെ വെടിയേണ്ടത്? ഹൃദി കൃത്വാഹരിം, വെറുതെ എങ്ങനെയെങ്കിലും പോയിട്ട് കാര്യമില്ല. ഹൃദയത്തിൽ ഭഗവാൻ ശ്രീഹരിയെ അങ്ങനെ ധ്യാനിച്ച് ഉറപ്പിച്ചുകൊണ്ട്. അതാണ് പരമപുരുഷാർത്ഥം.
സ്വകാത് എന്ന് പറഞ്ഞാലോ തന്നെത്താൻ, അഥവാ പരതഃ, മറ്റൊരാളുടെ ഉപദേശം, ഗുരുജനങ്ങളുടെയോ സ്വന്തം മഹാത്മാക്കളുടെയോ അല്ലെങ്കിൽ സത്സംഗത്തിലൂടെയൊക്കെ അറിയണത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. എങ്ങനെയാണ് ദേഹത്യാഗം ചെയ്യേണ്ടത്? ശരീരം പരാധീനമായി എന്ന് വന്നാൽ എല്ലാത്തിലും വിരക്തനായിട്ട് എല്ലാത്തിനോടുള്ള അഭിമാനം വിട്ട് ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിപ്പിച്ചുറപ്പിച്ച് ആരും അറിയാതെ എവിടെയെങ്കിലും പോയിരുന്ന് ശരീരത്തെ വിട്ടോണമെന്ന്. ഇത് സ്വകാത് തന്നെത്താനെയോ അല്ലെങ്കിൽ പരതഃ മറ്റുള്ളവരുടെ ഉപദേശത്താലോ മനസ്സിലാക്കിയിട്ട് ജാത നിർവേദ, നിർവേദം വൈരാഗ്യം, വിരക്തി വന്ന് ആത്മവാൻ ജിതേന്ദ്രിയനായി ഇന്ദ്രിയ മനസ്സുകളൊക്കെ ജയിച്ചുകൊണ്ട് ഹൃദയ ഹരിം കൃത്വ ഹൃദയത്തിൽ സർവക്ലേശനാശകനും ആനന്ദസ്പ്രദനുമായിട്ടുള്ളതായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ ശ്രീഹരിയുടെ ആ ദിവ്യരൂപത്തെ ധ്യാനിച്ചും വെച്ചുകൊണ്ട് പ്രതിഷ്ഠിച്ച് വെച്ചുകൊണ്ട് ഗേഹാൽ പ്രവ്രതയിൽ വീട് വിട്ടു പോകണം, എല്ലാം ഉപേക്ഷിച്ച് പോകണം. സഹ നരോത്തമ, അവൻ മനുഷ്യരിൽ ഉത്തമനാണ്, ശ്രേഷ്ഠനാണെന്നർത്ഥം. അപ്പോൾ ഇപ്പോൾ അങ്ങ് ഇതുവരെ അത് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ പറയണു അധ ഉദീജീം ദിശം യാതു. ഇങ്ങനെയാണ് വേണ്ടത്. അങ്ങക്ക് സ്വയമായിട്ട് തോന്നിയിട്ടില്ല, സ്വയം തോന്നി മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങ് ഉപദേശിക്കുക. അതുകൊണ്ട് ഇനി ഇവിടെ അങ്ങനെ കഴിയല്ല വേണ്ടത്. ഇനിയെങ്കിലും ദേഹത്തിൻ്റെ നില ഇങ്ങനെയായ നിലയ്ക്കെങ്കിലും ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടുന്ന് പോകാമെന്ന് പറയാം. അത് ഉദീജീം ദിശം യാതു, ഇടയ്ക്ക് പോകാം, ഇവിടുന്ന് വടക്കോട്ട് പോകാം. വടക്ക് നമ്മൾ വടമെന്ന് പറഞ്ഞാൽ ഹിമാലയത്തെയാണ് വടക്കെന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സ്വൈഹി അജ്ഞാതഗതിർ ഭവാൻ, ഇനി അങ്ങ് എന്ത് ചെയ്യണം? ഭവാൻ അങ്ങ് അവിജ്ഞാതഗതി, ബന്ധുക്കളാരും അറിയാതെ ഉദീജീം ദിശം യാതു, വടക്കോട്ട് പോകും. എന്താ ബന്ധുക്കൾ അറിയാമെന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ അറിഞ്ഞാൽ അങ്ങേ പറഞ്ഞയക്കില്ല. ബന്ധുക്കൾ ഒരിക്കലും നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കില്ലല്ലോ. ബന്ധുക്കൾ സംസാരത്തിൽ നമ്മളെ കൊടുക്കലേ ഉള്ളൂ. അതുകൊണ്ട് ബന്ധുക്കൾ അറിയാതെ, അജ്ഞാതഗതി, ആരും അറിയാതെ, ബന്ധുക്കളൊന്നും അറിയാതെ തന്നെ ഇനി ഭവാൻ ഉദീജീം ദിശം യാതു, വടക്കോട്ടൽ ദിക്കിലേക്ക് പോകൂ. ഇനി എന്താ മറ്റൊരു കാരണം? ഇതഹ അർവാക്ക്, ഇനിയിപ്പോൾ ഇവിടുന്നുള്ള കാലം, ഇനി വരാൻ പോണ കാലം പ്രായശഃ പ്രായേണ പുംസാം ഗുണവികർഷണ, മനുഷ്യരുടെ സർവ്വഗുണങ്ങളെയും നശിപ്പിച്ച് കളയണമാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലം എന്ന് പറഞ്ഞെന്താ? വിതുരന് മനസ്സിലായി ഭഗവാന്റെ സ്വധാമകരണം കഴിഞ്ഞു. അത് അറിഞ്ഞിട്ട് തന്നെ വന്നേക്കണം അല്ലേ? ഇവിടെ പറഞ്ഞില്ലെങ്കിലും ഭഗവാൻ എന്ന് സ്വധാമഗമനം ചെയ്തു അന്ന് കരികാലം ആരംഭിച്ചേ. അതാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലം മനുഷ്യരുടെ സർവ്വ നന്മകളെയും ഗുണങ്ങളെയും നശിപ്പിച്ച് കളയണതായിരിക്കും എന്ന് പറയാൻ കാരണം എന്നുവെച്ചാൽ കരികാലത്തിൽ മനുഷ്യരുടെ മനസ്സിൽ നന്മകളൊക്കെ പോയിട്ട് ദുർഗുണങ്ങളാണ് വളരുക. അതുകൊണ്ട് സജ്ജനങ്ങൾക്ക് വഴിയാൻ പറ്റിയ സ്ഥലമല്ല, അത് സമയമല്ല. അതുകൊണ്ട് ഇവിടുന്ന് പുറപ്പെട്ട് പൊക്കോളൂ എന്ന്. ഏവം രാജാ വിദുരേണാനുജേന പ്രജ്ഞാചക്ഷുർബോധിതോ ഹ്യാജമീഠഃ ചിത്വാസേഷു സ്നേഹപാശാൻ ദൃഢിമ്നോ നിശ്ചക്രാമ ഭ്രാതൃസന്ദർശിതാധ്വാം. ഇപ്രകാരം അനുജനായ വിതുരൻ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ പ്രജ്ഞാചക്ഷുവിനെ, വിവേകമാകുന്ന കണ്ണിനെ തുറന്നു കൊടുത്തു. അത് അടഞ്ഞു കിടക്കാം നമുക്ക് അല്ലേ? അതെ. അപ്പം എന്തായി? സേഷു ദൃഢിമ്നഃ സ്നേഹപാശാൻ, സ്വന്തം ആളുകളിൽ അത്യധികം ഉറച്ചിരുന്ന ആസക്തിയൊക്കെ പോയി. ആസക്തിയുടെ പാശൊക്കെ മുറിച്ച് ഭ്രാതൃസന്ദർശിതാധ്വ, സഹോദരനായി വിതരനാൽ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ വീട് വിട്ടുപോയി. സഹോദരൻ കാണിച്ച വഴിയിലൂടെ. അതേതാ? മോക്ഷമാർഗം. ഈ വഴി മോക്ഷത്തിലേക്കുള്ള മാർഗ്ഗം, ഭഗവാനിലേക്കുള്ള മാർഗ്ഗമാണ്. അനുജൻ കാണിച്ച മോക്ഷമാർഗത്തിലൂടെ ധൃതരാഷ്ട്ര മഹാരാജാവ് എല്ലാം വിട്ടുപോയി എന്നർത്ഥം. ആജമീഡ എന്ന് പറയാൻ കാരണം അജമീഡൻ്റെ വംശത്തിൽ പിറന്ന ആളാണ്. കുരുവംശത്തെ വർണ്ണിച്ച് വരുമ്പോൾ അതിൽ അജമീഡൻ, ഭാഗവതത്തിൽ നവമസ്കന്ധത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ ആ യദുവംശത്തെ വാക്ക് വർണ്ണിക്കുന്ന സമയത്ത് അതിൽ അജമീഡനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അജമീഡൻ്റെ വംശത്തിലാണ് ധൃതരാഷ്ട്രൻ ഉണ്ടായിട്ടുള്ള അർത്ഥം. അജമീഡൻ്റെ വംശത്തിൽ പിറന്നവനും അജമീഡ പ്രജ്ഞാചക്ഷു, പ്രജ്ഞ മാത്രം ചക്ഷുസുള്ളൂ, ബാഹ്യ കണ്ണില്ലാത്തവൻ, അന്ധനുമായിട്ടുള്ളതായ ധൃതരാഷ്ട്രൻ അനുജനായ വിതുരൻ്റെ ഉപദേശം കൊണ്ട് ബന്ധുക്കളിൽ അത്യധികം ഉറച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആസക്തിയെ വിട്ട് വിതുരൻ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ നേരെ ഹിമാലയത്തിലേക്ക് പോയി. മോക്ഷമാർഗം കാണിച്ചു കൊടുത്തു അനുജൻ അർത്ഥം. അതിന് സഹായകമായിട്ട്
അനുജൻ്റെ കൂടെ, അനുജൻ്റെ പ്രേരണ അനുസരിച്ച് വിതുരൻ്റെ കൂടെ നേരെ ഹിമാലയത്തിലേക്ക് പോയി. ചുരുക്കം വടക്കോട്ട് പോകാനാണല്ലോ പറഞ്ഞത്. ഇത് കേട്ട ഉടനെ ധാരധാരയായി കണ്ണീന്ന് ധൃതരാഷ്ട്രന് കണ്ണീരൊഴുകുക. അദ്ദേഹം ദുഃഖം ഉള്ളിലുണ്ട്, നല്ലോണമുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ഉള്ളിലുള്ള ദുഃഖം പുറത്ത് കാണിക്കാറില്ല. പുറത്ത് ചിരിച്ച് കളിച്ച് ചിരിച്ച് ഇങ്ങനെ നടക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ദുഃഖം ഇങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ട് നൃത്തം അല്ലേ. ശരിക്കും പൊട്ടിക്കരയാൻ പോലും ആൾക്കാർക്ക് സാധിക്കണില്ല പലപ്പോഴും. പക്ഷേ ഇവിടെ ഇദ്ദേഹം ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ സന്തോഷമായിട്ടും കഴിഞ്ഞുവെങ്കിലും ഈ വാക്കുകൾ, ക്രൂരമായ അനുജൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വിവേകത്തെ ഉണർത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, ബോധ്യം വന്ന ലക്ഷ്യത്തെക്കുറിച്ച്, ഇത്രയും കാലം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും താൻ ചെയ്ത ചെയ്തികളെക്കുറിച്ചൊക്കെ ആലോചിച്ച് വല്ലാതെ പശ്ചാത്തപിച്ചു. കണ്ണിന്ന് ധാരധാരയായി ചുടു കണ്ണീരൊഴുകി. എനിക്കിനി നീയല്ലാതെ വേറെ ആരും ആശ്രയം ഇല്ല എന്നുള്ള നിലയിൽ വിതുരൻ്റെ കയ്യിൽ പിടിച്ചു നൃത്തം. വിതുരൻ ഉടനെ ജ്യേഷ്ഠനെ കൊണ്ട് ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു. കൊട്ടാരത്ത് ഇറങ്ങാൻ പുറപ്പെട്ട സമയത്ത് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന പരിവ്രതാരത്നമായിട്ടുള്ളതായ ഗന്ധാരി ദേവി താനും തൻ്റെയും ലക്ഷ്യം അതുതന്നെയാണ്, താനും ഭർത്താവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ കൂടെ വിതുരനാൽ നയിക്കപ്പെട്ട വഴിയിലൂടെ പോയി എന്നാണ്. പതിം പ്രയാന്തം സുബലസ്യ പുത്രീ പതിവ്രതാചാനുജഗാമസാധ്വി ഹിമാലയം ന്യസ്തദണ്ഡ പ്രഹർഷം മനസ്വിനാം ഇവ സൽസംപ്രഹാരഹാം. പതിം പ്രയാന്തം ഹിമാലയത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ആ പതിയെ കണ്ട് പതിവ്രതാ രത്നവും സുബലസ്യ പുത്രി, സുബല രാജാവിൻ്റെ മകളായവളുമായ ഗാന്ധാരി ന്യസ്തദണ്ഡ പ്രഹർഷം. എല്ലാവർക്കും ഹിമാലയം ആനന്ദം കൊടുക്കുന്നതല്ല. കാരണം അതിശൈത്യമാർന്നതാണ്. നമ്മളവിടെ ഒരാഴ്ച താമസിക്കുന്നു പോയാൽ 2 ദിവസം കൊണ്ട് ഓടി വരുന്നു, തണുപ്പ് സഹിക്കാൻ പറ്റാതെ. അതിശൈത്യം. അങ്ങനെയുള്ള ശൈത്യം, ക്ലേശം കറന്നതായ ശൈത്യമുള്ളതായ ഹിമാലയം എല്ലാവർക്കും ആനന്ദകരമല്ല. സർവസംഘപരിത്യാഗികളായ ആ ഭക്തന്മാർക്ക്, സാധകന്മാർക്ക് അത്യധികം പ്രിയങ്കരാണ്. അതാണ് ന്യസ്തദണ്ഡ പ്രഹർഷം നത്തം. ദണ്ഡത്തെ വിട്ടവർക്ക് അത്യന്തം ആനന്ദം കൊടുക്കുന്നത് നത്തം. വിഷയവിരക്തന്മാർക്ക്, സർവസംഘപരിത്യാഗികൾക്ക് ഒക്കെ അത്യന്തം ആനന്ദകരമാണ് ഹിമാലയം. എങ്ങനെ? സാധാരണക്കാരന് യുദ്ധം എന്ന് വെച്ചാൽ പേടിച്ചോടും അല്ലേ? എന്നാലോ വീരന്മാരായ ക്ഷത്രിയന്മാർക്ക് ആ വീരപരാക്രമങ്ങൾ കാണിക്കാനും ദിവ്യ ആയുധങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള അവസരമാണ്. അതവർക്ക് സന്തോഷപ്രദമാണ്. അപ്പോൾ ക്ഷത്രിയന്മാർക്ക് എപ്രകാരമാണ് യുദ്ധം ആഹ്ലാദകരമാവുന്നത്, ഇതുമാതിരി എല്ലാം ഉപേക്ഷിച്ച നിസ്സംഗന്മാരായ സർവസംഘപരിത്യാഗികളായ മോക്ഷേച്ഛുക്കൾക്ക് അത്യധികം ആനന്ദകരമാണ് ഹിമാലയം. അതുകൊണ്ട് ന്യസ്തദണ്ഡന്മാർക്ക് അത്യധികം സന്തോഷം കൊടുക്കുന്ന ഹിമാലയം പ്രയാന്തം, ഹിമാലയത്തിലേക്ക് പുറപ്പെട്ട ആ ഭർത്താവിനെ അനുജഗാമാം, അനുസരിച്ചു നർത്തം. യദുവിൻ്റെ സഹോദരനായിരുന്നു തുർവസു. യദു, തുർവസു, അനു, ദ്രുഹു, പൂരു എന്ന് 4-5 മക്കളുണ്ടായില്ലേ. അതിൽ തുർവസുവിൻ്റെ വംശത്തിൽ ഉണ്ടായ രാജാവാണ് സുബലൻ. അദ്ദേഹമാണ് ഗാന്ധാരദേശത്തിൻ്റെ അധിപനായിരുന്ന ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഗാന്ധാരദേശം ഭരിച്ചിരുന്നത് ഈ സുബലൻ ചക്രവർത്തിയാണ്, തുർവസുവിൻ്റെ വംശത്തിൽപ്പെട്ട രാജാവ്. അദ്ദേഹത്തിൻ്റെ മകളാണ് സുബലൻ്റെ മകളാണ് സൗബലി എന്നിവിടെ പറഞ്ഞ ഗാന്ധാരി. സൗബലി എന്നും സൗബലൻ സഹോദരൻ ശൗനി. അതാണ് സുബലസ്യപുത്രി എന്ന് പറയാൻ കാരണം. മനസ്വിനാം സൽസംപ്രഹാര, അത് പറഞ്ഞു. മനസ്സുകൾക്ക് വെച്ചാൽ വീരന്മാരായ യോദ്ധാക്കൾക്ക് സൽസംപ്രഹാര, തീവ്രയുദ്ധം എപ്രകാരമാണോ ആഹ്ലാദകരമാകുന്നത്. ഭീരുക്കൾക്ക് യുദ്ധം ആഹ്ലാദകരമല്ല. അവർക്ക് യുദ്ധം എന്ന് കേട്ടാൽ പേടി ഓടി ഒളിക്കും അല്ലേ. എന്നാലോ ധീരന്മാരായ ആളുകൾക്ക് ദിവ്യാസ്ത്രപ്രയോഗത്തിനും തൻ്റെ ആ ശക്തിയെ പ്രകടമാക്കുന്നതിനുള്ള വലിയൊരു അവസരം എന്ന് വിചാരിച്ചതിനെ യുദ്ധത്തെ സന്തോഷമായി സ്വീകരിക്കും. അതുപോലെ മനസ്വിനാം സൽസംപ്രഹാര ഇവ, വീരന്മാരായ യോദ്ധാക്കൾക്ക് എപ്രകാരമാണ് യുദ്ധം ആനന്ദകരമായി തീരുന്നത്, ഇതുപോലെ ഹിമാലയം ഭീരുക്കൾക്ക് ക്ലേശകരമാണ്, ശൈത്യം നിറഞ്ഞതായതുകൊണ്ട്. പക്ഷേ ജിതേന്ദ്രിയന്മാരും സർവസംഘപരിത്യാഗികളും മോക്ഷേച്ഛുക്കളുമായ സാധകന്മാർക്ക് അത്യധികം ആനന്ദപ്രദമാണ്. ആ പുണ്യഭൂമിയിലേക്ക് ഭർത്താവിനോടൊപ്പം പതിവ്രതയായ സാധ്യയായ ഗാന്ധാരിയും അനുഗമിച്ചു കൂടെ പോയി.
അജാതശത്രുകൃതമൈത്രോ ഹുതാഗ്നി വിപ്രാന്നത്വാ തിലഗോ ഭൂമിരുക്മൈ ഗൃഹം പ്രവിഷ്ടോ ഗുരുവന്ദനായ നജാപശ്യത് പിതരൗ സൗബലിം ചാം. ഇവിടെ രാത്രിയിലപ്പതുണ്ടായത്. രാത്രിക്ക് രാമാനം വിതുരൻ എങ്ങനെ കൊണ്ടുപോയി? അദ്ദേഹത്തിന് ദിവ്യശക്തിയൊക്കെ ഉണ്ടായിട്ടാവണം, അല്ലേ? യോഗശക്തി ഉണ്ടായിട്ടാവണം. ആ രാത്രിക്ക് രാമാനം 3 പേരും കൂടി ഹിമാലയത്തിലെത്തി എന്ന് പറഞ്ഞാൽ നേരം പ്രഭാതമായപ്പോൾ പതിവ് പോലെ മഹാരാജാവ് അജാതശത്രു ധർമ്മപുത്ര മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ പ്രാതകാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയച്ഛനെയും വല്യമ്മയും കണ്ട് കുശലം അന്വേഷിക്കാൻ വേണ്ടി വരും, നമസ്കരിക്കാനും അനുഗ്രഹം വാങ്ങാൻ വേണ്ടി. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഷ്ഠാനം. അന്നും കൃതമൈത്ര സന്ധ്യാവന്ദനം, അതുപോലെ സൂര്യനമസ്കാരം, അതുപോലെ ഹുതാഗ്നി അഗ്നി ഹോമാദി കർമ്മങ്ങൾ, ഇതെല്ലാം ചെയ്ത് ബ്രാഹ്മണർക്ക് ദാനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ആഹാരം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഗുരുവന്ദനായ ഗൃഹം പ്രവിഷ്ട. ഇവിടെ ഗുരുവിനെ വന്ദിക്കാന്ന് പറഞ്ഞാൽ വലിയച്ഛനെയും വല്യമ്മയും ധൃതരാഷ്ട്രയും ദേവിയും ഒക്കെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അവരെ കൊട്ടാരത്തിലേക്ക് വന്നു. അവിടെ വന്നപ്പോഴോ ന അപശ്യത് പിതരവും, 2 പേരെയും കണ്ടില്ല. സൗബലിയും ഗാന്ധാരിയും കണ്ടില്ല, ധൃതരാഷ്ട്രയും കണ്ടില്ല. മാത്രമല്ല അതുവരെ അവിടെ ഉണ്ടായ വിതുരനെയും കണ്ടില്ല. 3 പേരെയും കാണാണ്ടായി. പക്ഷെ ഒരാളവിടെ ഇരിക്കുന്നുണ്ട്, വഞ്ചിതനായി കബളിക്കപ്പെട്ട്. അവിടെ ഉണ്ട് ഇവരെ സുഹൃത്തും ബന്ധുവും എല്ലാമായ സഞ്ജയനും ആ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. രാത്രി വിതുരൻ വന്നു. എത്ര നാളത്തിന് ശേഷം വിതുരൻ വന്നതല്ലേ, അനുജൻ വന്നതല്ലേ. സന്തോഷത്തോടെ അവർ പലതും പറഞ്ഞ് കരഞ്ഞും പലതും പറഞ്ഞ് ചിരിച്ചും സന്തോഷമായിട്ട് അവരങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് സഞ്ജയൻ ഉറങ്ങാനും പോയി. സഞ്ജയൻ ഉണർന്ന് എണീറ്റ് വരുമ്പോഴോ കൊട്ടാരം ശൂന്യം, ആരെയും കാണാനില്ല. താൻ പോലും വഞ്ചിതനായി. അദ്ദേഹത്തിന് പോലും ആ വിയോഗം സങ്കടകരമായി തീർന്നർത്ഥം. അതാണ് തത്ര സഞ്ജയമാസീനം പപ്രച്ഛോദ്വിഗ്നമാനസഃ ഗാവൽഗണേ കൊനസ്താദോ വൃദ്ധോ ഹീനശ്ച നേത്രയോ. ചോദിക്കുകയാണ്, ഗാവൽഗണ ഗവൽഗൻ്റെ പുത്രനായതുകൊണ്ട് ഗാവൽഗൺ എന്നതിന് പേര്. ഗാവൽഗണ സഞ്ജയ വൃദ്ധനും നേത്രയോഹീനശ്ച 2 കണ്ണുകളും നഷ്ടപ്പെട്ടവനും നേത്രഹീനനും വൃദ്ധനും ആരും ഇല്ലാത്തവരുമായ ആ മാതാപിതാക്കന്മാരെവിടെ പോയി? മഹാരാജാവും മഹാറാണിയും ധർമ്മപുത്രനും ഗാന്ധാരീ ദേവിയും എവിടെ പോയി? ഹതപുത്ര ആർത്ത അമ്പാക്വ, മക്കളൊക്കെ മരിച്ച ആ ദുഃഖത്തിൽ മുഴുകിയിരിക്കുന്നതായ എൻ്റെ അമ്മ എവിടെ പോയി? ഗാന്ധാരി ദേവി എവിടെ പോയി? സുഹൃത്ത് പൃഥിവ്യശ്ചക്വഗത, പരമസുഹൃത്തും അച്ഛൻ്റെ സഹോദരനുമായ ആ വിതുരനെയും കാണാനില്ല, അദ്ദേഹം എവിടെ പോയി? അപ്പം അദ്ദേഹത്തിന് ധർമ്മപുത്ര മഹാരാജാവിന് ഇങ്ങനെ വിചാരം വന്നു. അംബാജ ഹതപുത്രാർത്ഥ പിതൃവ്യക്വഗത സുഹൃത് അവിമയ്യഹൃത പ്രജ്ഞേ ഹതബന്ധു സഭാര്യയ ആശംസമാനശമലം ഗംഗായാം ദുഃഖിതോ പതത്. അകൃതപ്രജ്ഞേമയി, എന്താ മന്ദബുദ്ധിയായവനും ദുഷ്ടനും നീചനും നന്ദിയില്ലാത്തവനുമായിട്ടുള്ളതായ എൻ്റെ സേവനവും ശുശ്രൂഷയും വേണ്ട പോലെ ആയിണ്ടാവില്ല. ഞാൻ വേണ്ട പോലെ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിച്ചിട്ടുണ്ടാവില്ല, അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ അപരാധം ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിലോ അവരുടെ മക്കളെയൊക്കെ കൊന്നവനല്ലേ ഞാൻ, ഈ ദുഷ്ടൻ്റെ ഊണ് കഴിച്ച് ഇവൻ്റെ അധീനത്തിൽ കഴിച്ചത് മതി എന്നൊക്കെ വിചാരം വന്നിട്ടുണ്ടാവാം, അല്ലേ? അങ്ങനെയുള്ള കുട്ടികൾ മരിച്ചതിനെ ഓർത്ത് ദുഃഖിതനായ അദ്ദേഹം ഒരു പക്ഷേ പത്നിയോടുകൂടി ഗംഗയിൽ ചാടി മരിച്ചിരിക്കുമോ, ആത്മഹത്യ ചെയ്തിരിക്കുമോ എന്നാണ്. അങ്ങനെയാണെങ്കിലോ ഞാൻ മന്ദനാണ്. എന്താ കാരണം? ഇവരെ വേണ്ട പോലെ, അല്ലേ, സ്വന്തം വലിയച്ഛനെയും വല്യമ്മയും വേണ്ട പോലെ നോക്കാൻ കഴിവില്ലാത്ത ചക്രവർത്തി എന്ത് ചക്രവർത്തിയാ എന്ന കുറ്റബോധവും അദ്ദേഹത്തിന്, അല്ലേ? ഇപ്പം എൻ്റെ ശുശ്രൂഷ വേണ്ട പോലെയാവാതെ മക്കളെയൊക്കെ തല്ലിക്കൊന്നവരുടെ ഇടയിലുള്ള ജീവിതം മതിയാക്കാനി എന്നൊക്കെ ഉള്ള വിചാരം കൊണ്ട് അവരെങ്ങാൻ ആ ഗംഗയിലെങ്ങാൻ രാത്രി ചാടി മരിച്ചു പോവോ, ആത്മഹത്യ ചെയ്തു പോവും. ഇതാ ചിന്താനർത്ഥം. പിതര്യുപരതേ പാണ്ഡൗ സർവാന്നസുഹൃതശിശൂൻ അരക്ഷതാം വ്യസനതഃ പിതൃവ്യൗ കൊഗതാവിധ. വാസ്തവത്തിൽ ഞങ്ങളുടെ അച്ഛൻ പാണ്ഡു നേരത്തെ മരിച്ചു, അല്ലേ? ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ. അതിനുശേഷം കുട്ടികളായ ഞങ്ങളെയൊക്കെ സുഹൃത്തുക്കളെന്ന് കരുതി എല്ലാ ദുഃഖങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ചത് ഇവരല്ലേ? ഇവരുടെ കാരുണ്യം കൊണ്ടും വാത്സല്യം കൊണ്ടല്ലേ അച്ഛനില്ലാത്ത ദുഃഖമറിയാതെ ഞങ്ങൾ വളർന്നത്.
അങ്ങനെയുള്ള ഞങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും തുല്യരായിട്ടതായ ഈ മാതാപിതാക്കന്മാർ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ സൂതൻ പൊട്ടിക്കരയാൻ തുടങ്ങി. സൂതനല്ല, സഞ്ജയൻ പൊട്ടിക്കരയാൻ തുടങ്ങി. സൂതൻ പറയുക, കൃപയാ സ്നേഹവൈക്ലവ്യാത് സൂതോ വിരഹകർഷിത ആത്മേശ്വരമചക്ഷാണോ ന പ്രത്യാഹ അതിപീഡിത. സഞ്ജയൻ വിരഹകർഷിത, തൻ്റെ യജമാനനായ ധൃതരാഷ്ട്രൻ്റെ ആ അഭാവം അനുഭവിച്ചിട്ട് അദ്ദേഹനെ കാണാതെ ആ വിരഹം കൊണ്ട് അത്യന്തം ദുഃഖിതനായിട്ട്, പ്രത്യാഹ അതിപീഡിത, കൃപ കൊണ്ടും അതുപോലെ സ്നേഹാതിശയം കൊണ്ടും അത്യന്തം ദുഃഖിതനായിട്ട് കുറച്ചു നേരത്തേക്ക് ധർമ്മപുത്രൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ മൗനായിട്ട് മിണ്ടാണ്ടിരുന്നു. എന്താ? ഇത്രയും കാലം സേവിച്ച ധൃതരാഷ്ട്രൻ്റെ ആ വിരഹം, അദ്ദേഹത്തിനോടുള്ള കാരുണ്യം, അദ്ദേഹത്തിനോടുള്ള സ്നേഹം ഇത്യാദികളെ കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വിസൃജ്യാശ്രോണി പാണിഭ്യാം വിഷ്ടഭ്യാത്മാനമാത്മന അജാതശത്രും പ്രത്യൂരേ പ്രഭോ പാദൗ അനുസ്മരൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രഭോ പാദമനുസ്മരൻ, പ്രഭുവിൻ്റെ പാതാരവിന്ദങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് അശ്രൂണി പാണിഭ്യാം വിഷ്ടഭ്യ, കണ്ണുനിന്ന് ധാരധാരയായി ഒഴുകുന്ന കണ്ണീരൊക്കെ തുടച്ച് ഒരുവിധം വിഷ്ടഭ്യാത്മാനമാത്മന, വിവേകബുദ്ധി കൊണ്ട് ആ മനസ്സിനെയൊക്കെ ഒന്നുവിധം നിയന്ത്രിച്ചിട്ട് അജാതശത്രും പ്രത്യൂരേ, അജാതശത്രുവിനോട്, ധർമ്മപുത്ര മഹാരാജാവിനോട് അതെൻ്റെ സ്വാമിയുടെ ആ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? നാഹം വേദവ്യവസിതം പിത്രോർവക്കുലനന്ദന ഗാന്ധാര്യാവാ മഹാബാഹോ മുഷിതോസ്മി മഹാത്മഭീ. വാസ്തവത്തിൽ മഹാരാജാവേ, ഈ വിഷയത്തിൽ അവരെന്നെയും വഞ്ചിച്ചു കളഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ അറിവില്ലാതല്ലേ, അദ്ദേഹം അറിഞ്ഞില്ലല്ലോ ഇവർ പോയ കാര്യം. കുലനന്ദന, ഈ വംശത്തെ മുഴുവൻ കാത്തുരക്ഷിക്കുന്ന, കുലത്തിന് സന്തോഷം കൊടുക്കുന്ന മഹാബാഹുവായ അലയോ ധർമ്മപുത്ര മഹാരാജാവേ, മഹാപിത്രിയോ ഗാന്ധാരിയോ ആ വ്യവസ്ഥിതം, നിങ്ങളുടെ പിതാക്കന്മാരായ വിതുരൻ്റെയോ ധൃതരാഷ്ട്രൻ്റെയോ മാതാവായ ഗാന്ധാരിയുടെയോ തീരുമാനമോ അവരുടെ പോക്കോ ഞാനറിയില്ല, എനിക്കറിയില്ല അവരെവിടെ പോയിന്ന്. ഞാനും മുഷിതോസ്മി, മഹാന്മാരായ അവർ എന്നെയും വഞ്ചിച്ചു പറയാം. മുഷിതോസ്മിച്ച വഞ്ചിതനായി ഞാൻ അവരാൽ. അഥാചകാമ ഭഗവാൻ നാരദ സഹതുംബുരു പ്രത്യുദ്ധായ അഭിവാദ്യാഹ സാനുജോ അഭ്യർച്ചയന്നിവ. ധർമ്മപുത്ര മഹാരാജാവിന് സങ്കടം സഹിക്കുക വയ്യാണ്ടായി. എന്താ? അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കുറ്റബോധമാണ് അലട്ടണത്. ഞാൻ എല്ലാവരെയും രക്ഷിക്കുന്ന ആളല്ലേ, ചക്രവർത്തിയല്ലേ, എന്നിട്ടോ സ്വന്തം വലിയച്ഛനെയും വലിയമ്മയും വേണ്ട പോലെ സംരക്ഷിക്കാനായില്ലല്ലോ. അവരുടെ മനസ്സിൽ എത്രയായാലും ഞങ്ങൾ മക്കളെയൊക്കെ കൊന്ന ആ വിചാരം ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു കൈപ്പഴവ് വന്നാൽ, ഞങ്ങളെ വേണ്ട പോലെയൊക്കെ നോക്കണ്ട്, എങ്കിലും എന്തെങ്കിലും അപരാധം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നാൽ അപ്പം എന്താ വിചാരിക്കുക? എത്രയായാലും ആഫ്റ്റർ ഓൾ എൻ്റെ മക്കളെയൊക്കെ തച്ചു കൊന്ന ആ ദുഷ്ടന്മാരാണല്ലോ, ഇതിൽ ഇത്രയൊക്കെ വരുന്ന പ്രതീക്ഷിക്കേണ്ടു അല്ലേ എന്നുള്ള വിചാരം മനസ്സിൽ വരുമ്പോൾ ജീവിക്കാൻ മോഹം തോന്നില്ല അല്ലേ. അപ്പം ഇനി മതി ഇവരുടെ ഇടയിൽ ജീവിച്ചത് എന്നെങ്ങാൻ വിചാരിച്ചിട്ട് അവരെങ്ങാൻ കണ്ണുപൊട്ടനും കണ്ണില്ലാത്ത ദേവി രണ്ടുപേരും കൂടി ആ ഗംഗയിലെങ്ങാൻ ചാടി മരിച്ചോ എന്നുള്ള വിചാരം അദ്ദേഹത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി. പല ആൾക്കാരെയും നാട്ടിൽ ഇവരെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടേ അന്വേഷിക്കാൻ പറഞ്ഞയച്ചു മഹാരാജാവ്. പക്ഷേ എവിടെ പറഞ്ഞയച്ചാലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്ര ദൂരത്തിലുള്ള ഹിമാലയത്തിൽ എത്തിക്കഴിഞ്ഞല്ലോ. രാത്രിക്ക് രാത്രി വിതരൻ അവരെ കൊണ്ട് പോയി കഴിഞ്ഞല്ലോ. അദ്ദേഹം അത്യധികം ദുഃഖിതനായി തീർന്നു മഹാരാജാവ്. അങ്ങനെ ദുഃഖിതനായിട്ടിരിക്കുന്ന സമയത്താണ് ഭഗവാന്റെ ഭക്തന്മാർക്ക് ദുഃഖം വന്നാൽ ഭഗവാൻ സഹിക്കില്ല അത്രേ. അതാണ്. അപ്പോൾ ഭഗവാൻ അതിനെന്താ വഴിയുണ്ടാക്കും? സത്സംഗത്തിനുള്ള അവസരം ഉണ്ടാക്കും. സത്സംഗം കൊണ്ട് നമ്മുടെ ദുഃഖം തീരുള്ളൂ. അപ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഉടനെ എവിടെയെങ്കിലും സത്സംഗത്തിന് പോവുക, അല്ലെങ്കിലോ ഇത്തരത്തിലെ ഭാഗവതം ഇത്തരം ഗ്രന്ഥെടുത്ത് വായിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഭഗവാൻ നമ്മുടെ അപ്പുറത്തെ ആ മനസ്സിൻ്റെ വിഷമത്തെ തീർക്കാനുള്ള ആശയങ്ങൾ ആ വായനയിൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ആ സത്സംഗത്തിലൂടെ നമുക്ക് കിട്ടും. അത് നോക്കൂ, എവിടെ അങ്ങനെ തന്നെയാണ്. കാരണം ഭക്തൻ്റെ ദുഃഖം ഭഗവാന്റെ ദുഃഖമാണേ. ഭക്തൻ ദുഃഖിക്കണം ഭഗവാന് സഹിക്കാൻ പറ്റില്ല. തൻ്റെ പരമഭക്തനാണല്ലോ ധർമ്മപുത്ര മഹാരാജാവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ അതീവ ദുഃഖം, അദ്ദേഹം ആത്മാർത്ഥമായിട്ടാണല്ലോ പരിതപിച്ചത്, സങ്കടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ദുഃഖം സഹിക്കവയ്യാതെ ഭഗവാൻ കൃഷ്ണൻ അവിടെ ഇല്ലെങ്കിലും ഉടനെ അന്തര്യാമിയിലെ അവിടെ നിന്ന് അറിഞ്ഞു. ഉടനെ അതിനുള്ള ഉപായം ഉണ്ടാക്കി കൊടുത്തു. ആലോചിച്ചിരിക്കാൻ വേണ്ട പെട്ടെന്ന് നാരദ മഹർഷി തുമ്പുരു മഹർഷിയും കൂടി കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞു. അങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ആജകാമ ഭഗവാൻ നാരദ, ഭഗവാൻ ശ്രീനാരദ മഹർഷി ഭഗവാന്റെ അവതാരമാണല്ലോ. തുമ്പുരു മഹർഷിയോടുകൂടി
വേഗം കൊട്ടാരത്തിൽ വന്നു. ഉടനെ ധർമ്മപുത്ര മഹാരാജാവ് പ്രത്യുത്ഥായ അഭിവാദ്യാഹ സാനുജോ അഭ്യർച്ചയെന്നുവ, അനുജന്മാരോട് സഹോദരന്മാരോട് എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്ത് അദ്ദേഹത്തിനെ പൂജിച്ചില്ല, ആരാധിക്കോ എന്ന് തോന്നുമാറ് അത് ഭക്തിപരവശനായിട്ട് ചോദിച്ചു എന്നർത്ഥം. എന്താ അങ്ങനെ? വസ്തുവിൽ പാദപൂജയൊക്കെ ചെയ്യേണ്ടതല്ലേ, അങ്ങനെയാണ് പതിവ്. പക്ഷേ പാദപൂജയൊന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഭക്തിയോടും വിഷമത്തോടും ചോദിക്കരുത്. കാരണം അത്യധികം വിഷമിച്ചിരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ പൂജ ചെയ്യാൻ പാടില്ല എന്നാണ്. ശ്രദ്ധ ഉണ്ടാവില്ല നമുക്ക്, മനസ്സിലായോ? നമ്മുടെ മനസ്സ് വേറെ പകലും മുഴുകിയിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് പൂജ ചെയ്തുകൂടാന്നാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം പൂജിച്ചില്ല. അഭ്യർച്ചയെന്നിവ, ആരാധിക്കുന്നവനെ പോലെ പൂജിക്കുന്നവനെ പോലെ പൂജിച്ചില്ല എന്നർത്ഥം. പതിവ് പോലെ നാരദ മഹർഷിയെ പൂജിക്കല്ല ഇത്. പിന്നെയോ നല്ല വാക്ക് പറഞ്ഞ് വീട്ടിയിരുത്തിയതിന് ശേഷം ഭക്തിപരവശനായിക്കൊണ്ട് തൻ്റെ പിതാക്കിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കാം. യുധിഷ്ഠിര ഉവാചാം നാഹം വേദഗതിം പിത്രോ ഭഗവൻ ക്വഗതാവിദ അംബാവാഹതപുത്രാർത്ഥ ക്വഗതാച തപസ്വിനി കർണധാര ഇവാപാരേ ഭഗവാൻ പാരദർശക. ഭഗവാൻ പാരദർശക പറയണ, അങ്ങ് എല്ലാം കാണാൻ കഴിവുള്ള അപാരമായ ഒരു സമുദ്രത്തിൽ, കരകാണാ കടലിൽ പെട്ട ഒരാൾക്ക് അക്കരെ കിടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ലൊരു കപ്പലും കപ്പിത്താനും വേണം, അല്ലേ? നല്ലൊരു കപ്പിത്താനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ബാഹ്യസമുദ്രത്തെ നമുക്ക് സുരക്ഷിതമായി അകരെ കിടക്കാൻ പറ്റും. ഇതുമാതിരി ഈ സംസാരസാഗരം ദുഃഖം നിറഞ്ഞതാണ്. ബാഹ്യസാഗരം ഉപ്പ് നിറഞ്ഞതാണ്, അതിൽ വെള്ളം മുഴുവൻ. അതിൽ ഉപ്പ് പോലെയാണ് ഈ ഭവസാഗരം ദുഃഖം നിറഞ്ഞതാണ്. ഈ ദുഃഖം നിറഞ്ഞ ഭവസാഗരത്തെ അക്കരെ കടത്താൻ പാരദർശക, അതിന് പറ്റിയ കപ്പിത്താൻ ആരാ? അവരാണ് മഹാത്മാക്കൾ, സ്വന്തം മഹാത്മാക്കൾ, അവർക്കേ പറ്റുള്ളൂ. അങ്ങനെയുള്ള മഹാത്മാവാണ് അങ്ങ് എന്ന് പറയാം നാരദനോട്, നാരദൻ്റെ മഹിമയെ സൂചിപ്പിച്ചുകൊണ്ട്. അതുകൊണ്ട് സർവജ്ഞനായ അങ്ങ് പറഞ്ഞു തരൂ, എൻ്റെ പിതാക്കന്മാരെവിടെ പോയി, അവരെവിടെയാണ് പോയത് എനിക്കറിയണില്ല. ഞാൻ അവരെ വേണ്ട പോലെ സംരക്ഷിക്കാത്തതുകൊണ്ട് അവർ ഇറങ്ങിപ്പോയതാണെങ്കിൽ വലിയ കഷ്ടമല്ലേ, വലിയൊരു അപരാധമല്ലേ ഞാൻ ചെയ്തത്. മാത്രമല്ല പുത്രമരണം കൊണ്ട് അത്യധികം ദുഃഖിതരായി തീർന്ന അവരുടെ അവസ്ഥ എന്താണ്? അവരെവിടെയെങ്കിലും അലയുകയാണോ, അല്ല വെള്ളത്തിൽ വീണ് മരിക്കുകയാണോ, അല്ല അവർക്ക് എന്താ സംഭവിച്ചത് എന്ന് സർവജ്ഞനായ അങ്ങ് എല്ലാം അറിയൂലോ. അങ്ങ് പറഞ്ഞു തരൂ, ഞങ്ങളെ ഈ ദുഃഖത്തിൽ നിന്ന് കരയേറ്റാൻ അങ്ങയ്ക്കല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞ് നാരദ മഹർഷിയോട് വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും ഗതിയെക്കുറിച്ച് ചോദിച്ചു. അതാഭഭാഷേ ഭഗവാൻ നാരദോ മുനിസത്തമ മാ കഞ്ചനശുചോ രാജൻ യതീശ്വരവശം ജഗത്. ഉള്ള സത്യപ്പം നേരിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് വളരെയധികം വിഷമമുണ്ടാക്കുന്നറിയാം, അല്ലേ? അവരെ കൂട്ടി ഹിമാലയത്തിൽ തപസ്സിന് പോയി എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല, വിഷമമുണ്ടാകും. അതുകൊണ്ട് നാരദ മഹർഷി പറഞ്ഞു, ആദ്യം ലോകതത്വം പറഞ്ഞു കൊടുത്തു, സത്യാവസ്ഥ പറഞ്ഞു കൊടുത്തു. ഹേ രാജൻ, അല്ലയോ മഹാരാജാവേ, കഞ്ചന മാശുരാം, അങ്ങ് ആരെക്കുറിച്ചും വ്യസനിക്കരുത്, ആരും തന്നെ ആരെക്കുറിച്ചും വ്യസനിക്കരുന്നുണ്ട്. മാ കഞ്ചന ശുചോ, ഈ ലോകത്തിൽ ആരും ആരെക്കുറിച്ചും വ്യസനിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് വ്യസനിക്കരുത്. മനസ്സിലായില്ലേ? അങ്ങും വലിയച്ഛനെയും വല്യമ്മയും ദാദിവരെക്കുറിച്ച് വിഷമിക്കുന്നത് അർത്ഥമില്ല. എന്താ കാരണം? നമുക്കാർക്കും സ്വാതന്ത്ര്യമില്ല. ഇതം ജഗത് ഈശ്വരവശം ഭവതി. എന്ത് കാരണം? ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരന് അധീനമാണ്. ഈശ്വരൻ മാത്രം നിത്യസ്വതന്ത്രൻ, നാം എല്ലാം പരതന്ത്രന്മാർ. അതാണ് പോയിന്റ്. നിത്യസ്വതന്ത്രനായ സർവേശ്വരന് അധീനമാണ് ഈ 14 ലോകവും, ഇവിടുത്തെ ലോകപാലകന്മാരും എല്ലാവരും. നമ്മളൊക്കെയോ സ്വാതന്ത്ര്യമില്ലാത്തവരാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മനസ്സിലാക്കിയിട്ടോ നമ്മൾ ദുഃഖിക്കാൻ, ആരെക്കുറിച്ചും ദുഃഖിക്കാൻ അർഹതയില്ല. ഇനി അതിന് യുക്തി കാരണങ്ങൾ വീണ്ടും വീണ്ടും പറയണു. ലോകാസപാലായസ്യേമേ വഹന്തി ബലിമേഷിതുഹു സ സംയുനക്തി ഭൂതാനി സയേവ വിയുനക്തിജാം. ഇമേ സപാല, ഈ ലോകങ്ങളും ലോകപാലകന്മാരും ഒക്കെ ഈഷിതുഹു ബലിം വഹന്തി, സർവത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നിത്യസ്വതന്ത്രനായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ പരമകാരനായ സർവേശ്വരനാണ് ബലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം. ആ ഭഗവാനാണ് സ്വാതന്ത്ര്യമായിട്ടുള്ളൂ. ആ ഭഗവാൻ എന്ത് ചെയ്യണു? ഈ ജീവജാലങ്ങളെ പരസ്പരം യോജിപ്പിക്കുന്നു. സ ഏവ ഭൂതാനി സംയുനക്തി, ഈ ജീവജാലങ്ങളെ അഥവാ മനുഷ്യരെ അഥവാ പ്രാണികളെ
നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാണി ജീവജാലങ്ങളല്ല, നമ്മളെ പരസ്പരം നമ്മളെ തമ്മിൽ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണ ആരാ? ആ ഭഗവാനാണ്. വിനക്തി, നമ്മളെ വേർപെടുത്തുന്ന ആരാ? അതും അവിടെ നിന്ന് തന്നെയാണ്. നോക്കണം, നമുക്കാർക്കും സ്വാതന്ത്ര്യമില്ല. ഈ ലോകങ്ങളും ലോകപാലകന്മാരും ഏത് സർവനയന്ത്രാവായ സർവേശ്വരൻ്റെ അധീനതയിലാണോ, ഈ ലോകപാലന്മാരൊക്കെ ഏതൊരു സർവേശ്വരനാണോ ബലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ആ ഭഗവാൻ മാത്രമാണ് നിത്യസ്വതന്ത്രൻ. ആ പ്രഭുവാണ് അസ്വതന്ത്രമായ ഈ ലോകത്തെ പരസ്പരം യോജിപ്പിക്കുന്നതും അവിടുന്ന് തന്നെ വിയോജിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കൊക്കെ ഒന്നിനും ശക്തിയില്ല എന്ന് ഭാവം. ഇത് മനസ്സിലാക്കിയ ദുഃഖിക്കാൻ ഇവിടെ എന്താ അർഹതയില്ല. ഇനി എങ്ങനെയാ ഭഗവാൻ നമ്മളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലോ? യഥാ ഗാവോനസി പ്രോദാഹ തന്ത്യാം ബദ്ധാ സ്വതാമഭിഹി വാക്തന്ത്യാം നാമവിർബദ്ധാഹ വഹന്തി ബലിം മീഷിതുഹു. എങ്ങനെയാണ് ബലിയെ കൊടുക്കുന്നത്? എല്ലാവരും പറയണു. നസിപ്രോദ ഗാവഹ, മൂക്ക് തുളച്ച പശുക്കൾ. യഥാ ധാമവിഹി തന്ത്യാം ബദ്ധ, ചെറിയ ചെറിയ കയറുകളെ കൊണ്ട് ഒരു വലിയ കയറിൽ എപ്രകാരമാണോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, തഥാ അപ്രകാരം സർവമനുഷ്യരും, എല്ലാ മനുഷ്യരും ചെറിയ ചെറിയ കയറ് കൊണ്ട് കൂട്ടി വലിയൊരു കയറിൽ കെട്ടിയിട്ടിരിക്കുക. ഏതാ ഈ ചെറിയ കയറും വലിയ കയറും? എല്ലാ മനുഷ്യരും വേദമാണ് വലിയ കയറ്. വാക്തന്ത്യം, ഭഗവാന്റെ വാക്കാണ് വേദം. ആ ഭഗവാന്റെ വാക്കാവുന്ന വേദമാകുന്ന വലിയൊരു കയറിൽ കെട്ടിയിട്ടിരിക്കുക. എങ്ങനെ? നാമവിഹി, പല പല പേരുകളിൽ. ഏതാ പേരുകൾ? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, അതുപോലെ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, ഇങ്ങനെയുള്ള ബ്രാഹ്മണാദി നാമങ്ങൾ, അതുപോലെ ബ്രഹ്മചര്യാദി ആശ്രമനാമങ്ങളും അതുപോലെ വർണ്ണനാമങ്ങളും ഇതിലിട്ടിട്ട് വിധി നിഷേധങ്ങൾക്ക് കിങ്കരന്മാരാക്കിക്കൊണ്ട് എല്ലാവരും കെട്ടിയിട്ടിരിക്കുക. അത്രയർത്ഥം. ആർക്കാ സ്വാതന്ത്ര്യം? നമ്മളെല്ലാവരും ഇതിലേതെങ്കിലും ഒന്നിൽ പെടുവേ. അതിലെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇതിലേതെങ്കിലും ഒന്നിൽ പെടും. അതുപോലെ ഒന്നിലെ ബ്രഹ്മചാരി ആയിരിക്കും, അല്ലെങ്കിൽ ഗൃഹസ്ഥനായിരിക്കും, അല്ലെങ്കിൽ വാനപ്രസ്ഥനായിരിക്കും, സന്യാസിയായിരിക്കും. ഇവിടെ ഇവർക്കൊക്കെയും കർത്തവ്യങ്ങളുണ്ട്. ഇവർക്കുള്ള വിധി നിഷേധ കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ വാക്കുകളാവുന്ന വേദങ്ങൾ. അപ്പോൾ ഇതിന് സ്വാതന്ത്ര്യം ആർക്കുമില്ല. ഈ വിധി നിഷേധങ്ങളാണ് ചെറിയ ചെറിയ കയറുകളെ. അത് ഓരോരുത്തരും ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്തുകൂടാ, ഇങ്ങനെയാണല്ലോ. ഓരോ വർണ്ണികളും ഓരോ ആശ്രമികളും ആയ ആളുകൾ ഇന്ന സ്റ്റേജിൽ ഇന്ന കർമ്മങ്ങൾ ചെയ്തിരിക്കണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ള വിധി നിഷേധമാകുന്ന കൊച്ചു കയറുകൊണ്ട് ഓരോരുത്തരെയും കെട്ടിയിട്ടുണ്ട്. എന്നിട്ടോ വേദമാകുന്ന വലിയ കയറിൽ കെട്ടിരിക്കുക. എങ്ങനെ? മൂക്ക് തുളച്ച പശുക്കളെ ചെറിയ ചെറിയ കയറുകൊണ്ട് വലിയ കയറിൽ കെട്ടിയിട്ട് ഈ കൃഷിക്കാരനോ അല്ലെങ്കിൽ വണ്ടിക്കാരനോ അവരെ കൊണ്ട് കാര്യം നടത്തില്ലേ? ഇതുപോലെയാണത്രേ ഈ ജീവജാലങ്ങളെ മുഴുവനും, പ്രത്യേകിച്ച് മനുഷ്യരെ. വിധി നിഷേധമൊന്നും മറ്റ് ജീവികൾക്ക് ബാധകമല്ല, മനുഷ്യർക്ക് മാത്രമേ ബാധകമുള്ളൂ. മനുഷ്യരെ ഇപ്രകാരം ഇങ്ങനെ കെട്ടി അടിമകളെ പോലെ എല്ലാത്തിനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതായ ഈശ്വരന് ബലി ഒടുപ്പിക്കുന്നത്. ആർക്കും സ്വാതന്ത്ര്യം ഇല്ലാന്ന് ചുരുക്കം. നിത്യസ്വതന്ത്രൻ ഭഗവാൻ മാത്രം. അവിടുത്തെ സങ്കല്പം അനുസരിച്ചാണ് ഈ ലോകത്തിലെ കാര്യങ്ങൾ നടക്കണേ. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയാൽ നമുക്കിടെ സങ്കടം പോകും. അല്ലാണ്ട് സങ്കടം പോകാൻ വഴിയില്ല. നമ്മളൊന്നും വിചാരിക്കണ മാതിരി എല്ലാ കാര്യങ്ങൾ നടക്കണത്. നമുക്ക് പ്ലാൻ ചെയ്യാം, നമുക്ക് പ്രവർത്തിക്കാം. പക്ഷേ മറിച്ചാണ് വരണമെങ്കിലോ അത് അവിടുത്തെ ഇച്ഛ. ഇതാണ് ഈശ്വര സങ്കല്പം, ഈശ്വര ഇച്ഛ എന്ന് വിചാരിച്ച് സമാധാനിച്ചോണമെന്ന് ചുരുക്കം. അങ്ങിപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി പലതും ചെയ്തൂലേ. അവർക്ക് നല്ല കൊട്ടാര സൗകര്യങ്ങളും അതുപോലെ സുൽബന്ധികളൊക്കെ ചെയ്തു കൊടുത്തു. ഒരു സുപ്രഭാതത്തിൽ അവരെ എവിടെ പോയെന്നറിയില്ല. അതിനെക്കുറിച്ച് അങ്ങ് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ലോകതത്വം ആദ്യം പറഞ്ഞു കൊടുത്തു. ഇത് ധർമ്മപുത്രന് മാത്രം സമാധാനിക്കാനുള്ള കാര്യമല്ലല്ലോ, നമുക്കൊക്കെ സമാധാനിക്കാനുള്ള കാര്യമല്ലേ. അതിനുശേഷം ഇനി ധർമ്മപുത്രനെ സംബന്ധിച്ചും പ്രത്യേകിച്ചും ഇവർക്ക് എന്താ ഉണ്ടായെന്നും പറഞ്ഞു കൊടുക്കുന്ന അർത്ഥം. അപ്പോൾ ഇനി അടുത്ത ശ്ലോകത്തിൽ വീണ്ടും പ്രവൃത്തിയിൽ നമുക്കൊന്നും സ്വാതന്ത്ര്യമില്ല എന്ന് കാണിച്ചിട്ട് സംയോഗത്തിലും വിയോഗത്തിലും ഇതുപോലെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞു വെക്കുക. യഥാ ക്രീഡോപസ്കരാണാം സംയോഗ വിഗമാവിഹ ഇച്ഛയാ ക്രീഡതു സ്യാതാം തഥാ ഏവ ഈശേച്ഛയാ നൃണാം. കളിക്കുന്ന കുട്ടികൾ, അവരുടെ കളിപ്പാട്ടങ്ങൾ, ക്രീഡാസാധനങ്ങൾ, ക്രീഡോപസ്കരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളൊക്കെ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കില്ല നമ്മൾ. പിള്ളേരെന്ത് ചെയ്യണോ? ആ കളിപ്പാട്ടങ്ങളൊക്കെ ഒരു പെട്ടിയിലിട്ട് വെച്ചു, അതൊരു ഡപ്പയിലിട്ട് വയ്ക്കും അല്ലേ. കളിക്കാൻ വന്നു കഴിഞ്ഞാലോ അതൊക്കെ കൊണ്ട് നിലത്ത് കൊട്ടും. എന്നിട്ടോ ആ കളിക്കുന്ന കുട്ടിയുടെ ഇഷ്ടം അനുസരിച്ച്
അവരെന്ത് ചെയ്യണു? ആ കളിപ്പാട്ടങ്ങളെ ചിലതിനെക്കുറിച്ച് ഒരു വശത്ത് കൂട്ടി വയ്ക്കണു, ചിലതിനെ വേറൊരു വശത്ത് വയ്ക്കണു അല്ലേ? ചിലപ്പോൾ അതെല്ലാം കൂട്ടി കുഴക്കണു, ചിലത് വലിച്ചെറിയണു അല്ലേ? ആ കളിപ്പാട്ടങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? അതാ പറയണത് ക്രീഡോപസ്കരാണം. ഈ കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് എന്തു സ്വാതന്ത്ര്യമുള്ളത്? അതിൻ്റെ സംയോഗം വിയോഗം, അതിനെ ചേർക്കണതും വേർപെടുത്തുന്നതും ആ കുട്ടിയുടെ ഇഷ്ടപ്രകാരമല്ലേ, കളിക്കാരൻ്റെ ഇഷ്ടമനുസരിച്ചല്ലേ? ഇതുപോലെയാണ് ഇച്ഛയാ ക്രീഡിതു. ഈ ലോകം എന്താണ്? ഈശ്വരൻ്റെ ക്രീഡാർത്ഥം സൃജസി പ്രഭു. ക്രീഡയ്ക്കായിട്ടാണ് ഭഗവാൻ ഈ ലോകം സൃഷ്ടിക്കുന്നത്. ലീലയാണ് അർത്ഥം അല്ലേ? ഭഗവാന്റെ ഈ സൃഷ്ടിപ്രക്രിയ എന്നുള്ളത് ഒരു ക്രീഡയാണ്, ലീലയാണ് അർത്ഥം. അങ്ങനെ ഭഗവാൻ തൻ്റെ സങ്കല്പമനുസരിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, ജീവജാലങ്ങളെ കൂട്ടിച്ചേർക്കുന്നു, അവയെ സമയമാകുമ്പോൾ വേർതിരിക്കുന്നു അവരുടെ കർമ്മത്തിനനുസരിച്ച്. അതിൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് ആർക്കും ഒരു റോളുമില്ല, ഒരു കയ്യുമില്ല, മേക്കയ്യുമില്ല, ഒരു സ്വാതന്ത്ര്യമില്ല. ഈ ഭാഗങ്ങളൊക്കെ വീണ്ടും വീണ്ടും വായിച്ച് മനനം ചെയ്ത് ഉറപ്പിച്ചാൽ മനസ്സിന് ഭാരം കുറയും, മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവും, സുഖം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാം ഈശ്വരാധീനം എന്ന് ഉറച്ച് മനസ്സിനെ ശാന്തമാക്കൂ. അങ്ങയുടെ ദുഃഖം അസ്ഥാനത്താണ് എന്ന് സൂചിപ്പിച്ചു. ഇനി വേറൊരു രീതിയിൽ ചിന്തിച്ചാലും ദുഃഖിക്കാൻ അർഹതയില്ല എന്ന് പറയാം. നോക്കണം, ഗീത മുഴുവനും ഭാഗവത്തിൽ കൊണ്ടിട്ടുണ്ട് അല്ലേ? യൻ മന്യസേ ധ്രുവം ലോകം അധ്രുവം വാനജോ ഭയം സർവധാന ഹിശോച്യാസ്തേ സ്നേഹാതന്യത്ര മോഹജാത്. ഏത് രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാലും നമ്മുടെ ദുഃഖത്തിന് കാരണം ആസക്തി മാത്രമാണെന്നാണ് പറയണേ ഇവിടെ നാരദ മഹർഷി. ആസക്തി കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ദുഃഖിക്കാനിടയാവുന്നത്. ആ ആസക്തിയാണെങ്കിലോ ദേഹത്തിൽ ദേഹസംബന്ധികളുള്ളത് അത് ആത്മാവിനെ അറിയായ്മയാവുന്ന അജ്ഞാനം കൊണ്ടാണ്. അതാണ് ഇനി പറയണത്. ഇനി ലോകത്തിൻ്റെ അവസ്ഥ എടുത്തു നോക്കൂ. ഈ ലോകം ധ്രുവം, ഈ ലോകം നിത്യമാണ്, ശാശ്വതമാണ് എന്നെടുക്കൂ. എങ്ങനെ? ജീവൻ ആണ് ഈ ലോകം. ഇങ്ങനെയാണ്, ശരീരമായാലും ജീവനാണുള്ളത്. അപ്പോൾ ജീവജാലങ്ങളെ കൊണ്ട് നിറഞ്ഞതല്ലേ ഈ പ്രപഞ്ചം. അതിൽ ഓരോ ജീവനും ജീവരൂപേണ നിത്യനാണ് എന്ന് പറയാം. ജീവൻ നശിക്കണില്ലല്ലോ, അതാണ് ധ്രുവം. ധ്രുവം എന്ന് വെച്ചാൽ ശാശ്വതം, നിത്യം. ഏത് നിലയ്ക്കാണ് ലോകം സത്യമാവുക, ശാശ്വതമാവുക? ജീവൻ എന്നുള്ളതല്ലേ. ഓരോ ജീവാത്മാവും നിത്യന്മാരാണ്, ഈശ്വരൻ്റെ അംശമാണ് അല്ലേ? ദേഹം നശിക്കണോ ദേഹി നശിക്കണില്ല എന്നല്ലേ പറഞ്ഞത് അല്ലേ? ദേഹം നശിച്ചാലും ദേഹി ഈ ശരീരം വിട്ട് വേറെ ദേഹം സ്വീകരിക്കുമ്പോൾ ദേഹി നശിക്കുന്നില്ലല്ലോ. അങ്ങനെയല്ലേ മനസ്സിലാക്കിയത്? അപ്പോൾ ഈ യുവജാലങ്ങളുടെ ദൃഷ്ടിയിൽ ജീവൻ നിത്യമാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ജീവരൂപേണ നിത്യമാവാം, അല്ല അധ്രുവം, അല്ല പ്രപഞ്ചം അനിത്യമാണ്. ഒന്ന് നിത്യമാണ് പ്രപഞ്ചം എന്ന് വിചാരിക്കുമ്പോൾ അനിത്യമാണെന്ന് വിചാരിക്കാം. എങ്ങനെ? ജീവരൂപേണ നിത്യം. ദേഹരൂപേണ എടുത്താലോ ദേഹം ആരുടെ സ്ഥിരമായിരിക്കില്ല, അനിത്യമാണ് അല്ലേ? ഇപ്പം ശരീരദൃഷ്ടിയ അനിത്യമാണ്, നിരന്തരം മാറി മറയുന്ന നശ്വരമാണ്. എന്നാൽ ജീവനെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരനാശത്തിൽ നശിക്കാതെ ഇരിക്കുന്നതാണ്, നിത്യമാണ്. അങ്ങനെ എടുത്താലും അതല്ലവാ എന്നാൽ ഉഭയം. ഉഭയം വെച്ചാലോ ഉഭയിച്ച രണ്ടും ചേർന്നത്. കാരണം ചിത്തും ജഡവും, ജഡമായ ശരീരവും ചൈതന്യാംശമായ ജീവനും ചേരുമ്പോഴല്ലേ ഈ ശരീരം പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പം ചിജ്ജഡ സംബന്ധം എന്ന് അതിന് പറയാം. ശരിക്കും അത് ഒരു വലിയൊരു ടോപ്പിക്കാണത്, ചിജ്ജഡം. ചിജ്ജഡ വിവേകം ഒരു ഗ്രന്ഥമുണ്ട് നാരായണ ഗുരുദേവൻ്റെ. ചിജ്ജടങ്ങളെ വേർതിരിച്ചാൽ മോക്ഷമായി. ചിജ്ജടം അപ്പം ശരീരത്തിൽ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന അതാണെന്ന് വിചാരിച്ചാലും ഇനി ശുദ്ധരൂപത്തിൽ എന്മന്യസേ നീ കണക്കാക്കണം, ധ്രുവമാണ് അല്ലെങ്കിൽ അധ്രുവമാണ് അല്ലെങ്കിൽ രണ്ടും ചേർന്നതാണ്. എങ്ങനെ എടുത്തു നോക്കിയാലും ദുഃഖത്തിന് കാരണമില്ല. ഇനി വാസ്തവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ശുദ്ധസ്വരൂപത്തിൽ ഈ പ്രപഞ്ചം എന്താണ്? ശുദ്ധസ്വരൂപത്തിൽ ഈ പ്രപഞ്ചം ഭഗവന്മയമാണ്, സർവം ബ്രഹ്മമയം, വാസുദേവ സർവം. അപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ലോകത്തിൽ ദുഃഖിക്കാൻ അർഹതയില്ല. ദുഃഖിക്കണം എന്തുകൊണ്ടാണ്? അജ്ഞാനം കൊണ്ടുണ്ടായ ആസക്തി കൊണ്ടാണ്. സർവഥാ നഹി ശോച്യാസ്ത. എങ്ങനെ നോക്കിയാലും ദുഃഖത്തിന് അവകാശമില്ല. സ്നേഹാത് അന്യത്ര മോഹജാൽ. മോഹത്തിൽ നിന്ന് അജ്ഞാനത്തിനുണ്ടായ ആസക്തിയാണ് ദുഃഖത്തിന് കാരണം. വേറെ ദുഃഖത്തിന് കാരണമില്ല രാജൻ. ഇത് ജനറലായ എല്ലാവർക്കും ബാധക. തസ്മാത് ജഹ്യ അംഗവൈക്ലവ്യം അജ്ഞാനകൃതമാത്മനഃ കഥം ഹ്യനാഥാ കൃപണാവർത്തേരൻ തേജമാം വിനാ. തസ്മാത് അതുകൊണ്ട്, എന്തുകൊണ്ട്?
നമുക്കാർക്ക് സ്വാതന്ത്ര്യമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് അനാഥാഹ കൃപണാഹ, ആരോരുമില്ലാത്ത അനാഥന്മാരും കൃപണ ദുഃഖിതരുമായിട്ടുള്ളതായ ആ ധൃതരാഷ്ട്രനും ഗാന്ധാരിയുമൊക്കെ മാം വിന, എന്നെ കൂടാതെ കഥം എങ്ങനെ കഴിച്ചു കൂട്ടും എന്നുള്ള അങ്ങയുടെ ഈ വിചാരമുണ്ടല്ലോ, അജ്ഞാനകൃതം, അജ്ഞാനം കൊണ്ടുള്ള തോന്നലാണ്. ആ വൈക്ലവത്തെ, ആ തെറ്റിദ്ധാരണ മോഹത്തെ വെടിഞ്ഞാലും ജഹി. മഹാരാജാവിൻ്റെ വിചാരം എന്താ? ഞാൻ വേണ്ട പോലെ നോക്കാത്തതുകൊണ്ട് അല്ലേ, അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ വേണ്ട പോലെ ആവാത്തതുകൊണ്ട് ആ മക്കളെ കൊന്ന ദുഷ്ടന്മാരുടെ ഇടയിലെ ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ച് അവരവിടെ ഇറങ്ങിപ്പോയോ, വല്ല പുഴയിലങ്ങ് വീണ് മരിച്ചോ, അങ്ങനെയൊക്കെയല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ദോഷം കൂടി എനിക്ക് വന്നുല്ലോ, അല്ലേ, ഞാൻ നോക്കേണ്ടവൻ നോക്കിയില്ല എന്നുള്ള ഒരു ദോഷം കൂടി എനിക്ക് വന്നു അല്ലേ, ചിത്തപ്പേര്. അങ്ങനെയുണ്ട് വിചാരദ്ദേഹത്തിന്. ഇങ്ങനെയുള്ള അങ്ങയുടെ വിചാരം ഉണ്ടല്ലോ രാജൻ, ഏത് എന്നെ കൂടാതെ അവരെങ്ങനെ കഴിഞ്ഞുവിടും? നമുക്കില്ലേ വിചാരം? ഞാനില്ലെങ്കിൽ അവരെങ്ങനെ കഴിയും? ഇതൊക്കെ നമുക്ക് വിചാരം ഉണ്ടല്ലോ. മഹാരാജാവിന് മാത്രമല്ല ഉള്ളത്, നമുക്കൊക്കെയുള്ള വിചാരമാണിത്. ആ വിചാരത്തെ എന്തുകൊണ്ടാണ് ഉണ്ടായെന്ന്? അജ്ഞാനകൃതം, ആത്മനഃ അജ്ഞാനകൃതം, ആ ആത്മസ്വരൂപത്തെ അറിയായ്മ കൊണ്ടാണ് അങ്ങേക്ക് ഇങ്ങനെയൊക്കെ തോന്നിയത്. അതിനെ കളയൂ, ഉപേക്ഷിക്കൂ എന്നർത്ഥം. ഇനി ലൗകിക ദൃഷ്ടാന്തം പറയാം. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കാലകർമ്മ ഗുണാധീന ദേഹോയം പാഞ്ചഭൗതിക കഥം അന്യാംസ്തു ഗോപായേൽ സർപ്പഗ്രസ്തോ യഥാപരം. എന്താ ഈ ശരീരം എങ്ങനെയുണ്ടായി? കാലം കൊണ്ടുണ്ടായതാ. കാലം കൊണ്ട് മാത്രമാണോ? കർമ്മം കൊണ്ടുണ്ടായതാ. നമ്മുടെ പൂർവ്വകർമ്മത്തിനനുസരിച്ചിട്ട് പഞ്ചഭൂതങ്ങളാൽ ഉണ്ടായതാണ് ഈ ശരീരം. എപ്പോൾ ആ ഓരോ ജീവനും കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ സമയമാവുമ്പോൾ ഈശ്വരനൊരു ശരീരം തരണു. സൃഷ്ടിയാലേ അങ്ങനെയാ അല്ലേ? കാലം സമയമാവുന്ന സമയത്ത് തന്നെ വിലയിച്ച ആ ത്രിഗുണാത്മികയായ സമാവസ്ഥയിലിരുന്നു. സത്വരജസ്തമോഗുണങ്ങൾ സമാവസ്ഥയിലിരിക്കുമ്പോൾ പ്രളയമാണ്. അപ്പോൾ ഭഗവാനെല്ലാം ലയിച്ചിരിക്കുക ലോകം മുഴുവൻ. എപ്പോൾ ഭഗവാൻ സൃഷ്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുമോ ആ സമയമാകുമ്പോൾ ഭഗവാൻ തന്നെ ഇരുന്ന പ്രകൃതി ഒന്ന് കടാക്ഷിക്കും. അപ്പോൾ ത്രിഗുണങ്ങളിൽ നിന്ന് ഇളകി വശാകും. അത് സമാവസ്ഥയിൽ നിന്ന് അസമാവസ്ഥയെ ഭാവിക്കും. അപ്പോഴാണ് അതിൽ നിന്ന് ജീവന്മാരുടെ ആ പൂർവ്വകർമ്മത്തിനനുസരിച്ചിട്ട് ആ ജീവന്മാരും അവർക്കുള്ള ശരീരങ്ങളൊക്കെ ബ്രഹ്മാവ് ഉണ്ടാക്കുന്നത്. ടോട്ടൽ സൃഷ്ടി നോക്കിയാൽ നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിയുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. ആ സമയമാകുമ്പോൾ കർമ്മഫലം അനുഭവിക്കാൻ സമയമാകുമ്പോൾ ഓരോ ജീവനും ചെയ്ത പൂർവ്വകർമ്മത്തിനനുസരിച്ചിട്ട് പഞ്ചഭൗതികമായ ഈ ശരീരം ഓരോ ജീവനും കിട്ടണം. ഇതാണ്. അപ്പം കാലത്തിനും കർമ്മത്തിനും ഒക്കെ ഗുണത്തിനൊക്കെ അധീനല്ലേ ഈ ദേഹം, പഞ്ചഭൂതങ്ങളെ ഉണ്ടാക്കിയ ശരീരം. അങ്ങനെയുള്ള ഈ ശരീരം അതിനെ നമുക്കാർക്കും രക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ ദേഹം രക്ഷിക്കാൻ നമുക്കാവുമോ? ഇല്ല. അങ്ങനെ ഇരിക്കെ കഥം അന്യാംസു ഗോപായേൽ, അവനവൻ്റെ ദേഹം തന്നെ കാലത്തിനും കർമ്മത്തിനും അത് അധീനമാണെന്നിരിക്കെ കർമ്മം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ജീവനും ഈ ശരീരം വിട്ടുപോണ്ടേ? സ്ഥിരമായി ഇവിടെ വസിക്കാൻ പറ്റില്ലല്ലോ. അവനവൻ്റെ ശരീരം പോലെ തനിക്ക് സ്വാധീനമല്ല, കർമ്മത്തിനും കാലത്തിനും അധീനമാണ് എന്നിരിക്കെ എങ്ങനെയാണ് മറ്റൊരു ശരീരത്തെ നമുക്ക് രക്ഷിക്കാനാവണത്? നമ്മൾ രക്ഷിക്കുന്നു എന്ന് വിചാരിക്കണത്? സർപ്പഗ്രസ്തോ യഥാപരം. ഒരു ഉദാഹരണം പറയാം. ഒരു പാമ്പിൻ്റെ ഒരു പാമ്പ് ഒരു തവളയെ പിടിച്ചു. ആ തവള ആ പാമ്പിൻ്റെ വായിൽ നിന്ന് കരയുമ്പോൾ മറ്റ് ഇങ്ങേപ്പുറത്ത് വേറൊരു പാമ്പ് ഒരു തവളയെ പിടിച്ചിട്ടുണ്ട്. ആ പാമ്പിൻ്റെ വായിരിക്കുന്ന തവള മറ്റേ പാമ്പിൻ്റെ വായിരിക്കുന്ന തവളയൊക്കെ കരച്ചിൽ കേട്ടു. എന്നിട്ട് പറയാം, നീ പേടിക്കണ്ട, ഞാൻ വന്ന് രക്ഷിക്കാട്ടോ എന്ന്. സർപ്പഗ്രസ്തോ യഥാപരം. ഒരു പാമ്പിൻ്റെ വായിലാകപ്പെട്ട് കരയണ ആ തവളയുടെ കരച്ചിൽ കേട്ടിട്ട് ഇപ്പുറത്ത് മറ്റേ പാമ്പിൻ്റെ വായിലിരിക്കണ തവള പറയാ, നീ കരയണ്ട, ഞാൻ രക്ഷിക്കാട്ടോ എന്ന് പറയും പോലെയാണ് അത്രയും നമ്മുടെയൊക്കെ രക്ഷിക്കൽ. നമ്മുടെ രക്ഷിതാവെന്നുള്ള വിചാരം എന്നർത്ഥം. അജ്ഞാനകൃതം. ഇതൊക്കെ വിചാരം ചെയ്ത നമ്മുടെ മനസ്സ് മേഘം മഴ പെയ്തൊഴിഞ്ഞ ആകാശം പോലെയാവും. ശരിയല്ലേ? അസൽ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഈ പാമ്പിൻ്റെ വായിലകപ്പെട്ട ആ തവളയ്ക്ക് തന്നെ സ്വയം രക്ഷപ്പെടാൻ പറ്റണില്ല അല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് മറ്റേ പാമ്പിൻ്റെ വായെന്ന് ആ തവളെ രക്ഷിക്കാൻ പറ്റുമോ? ഇതിന് ഇല്ല. ഇതുപോലെയാണ് നമ്മളെ തന്നെ രക്ഷിക്കാൻ നമുക്കാവണില്ല, പിന്നെയാണോ മറ്റവനെ രക്ഷിക്കണത്? എന്താ ചോദ്യം? താനുണ്ണാത്തേവരുണ്ടോ മറ്റവനെ ഊട്ടണമെന്ന് പറയില്ലേ? ഇതുപോലെയാണ് അർത്ഥം. കാലകർമ്മ ഗുണാധീന, ഓരോരുത്തരുടെയും കർമ്മത്തിനനുസരിച്ച് ഓരോ ജീവൻ ത്രിഗുണാത്മകമായ ശരീരമെടുത്ത് ഈ ലോകത്തിൽ അങ്ങനെ ജനിക്കുന്നു, പല പല അനുഭവങ്ങളുടെ കടന്നു പോകുന്നു, സമയമാവും മരിച്ചു പോകുന്നു. എന്നിട്ടും വിഷയത്തിൽ വന്നില്ല. നോക്കണം
പൊതുവായിട്ടുള്ള ലോക സ്വഭാവത്തെ പറഞ്ഞ് ധർമ്മപുത്ര മഹാരാജാവിൻ്റെ മനസ്സിനെ ശക്തമാക്കുന്നു അല്ലേ? അതിനുശേഷം സത്യം പറഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാനാവും. അതെ. ഇനിയും പറയണു, മരണവും ജനനവും ഈശ്വരാധീനമാണ്. ഇനി ജനിച്ചു കഴിഞ്ഞാൽ ആ ജീവികൾക്കുള്ള ആ ജീവനോപായവും ഈശ്വര നിശ്ചയമനുസരിച്ച് ഇവിടെ എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, എന്താ ഉള്ളത് ചോദിക്കുക. അഹസ്താനി സഹസ്താനം അപദാനി ചതുഷ്പദാം ഫൽഗൂനി തത്ര മഹതാം ജീവോ ജീവസ്യ ജീവനം. ഇതൊരു പ്രസിദ്ധമായ ഒരു കോട്ട് ചെയ്യുന്ന ഒരു വാക്കാണ്, ജീവോ ജീവസ് ജീവനം. ഒരു ജീവൻ വേറൊരു ജീവന് ജീവനമാണത്രേ, ആഹാരമാണത്രേ. അങ്ങനെയാണ് ഈ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രാണി മറ്റൊരു പ്രാണിക്ക് ഭക്ഷണമായി തീരും. അത് ഈശ്വര സൃഷ്ടിയുടെ നയം. അത് അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള ഉപായം ഭഗവാൻ ഇവിടെ നിശ്ചയിച്ചിട്ടില്ലേ? അത് സുലഭമല്ലേ? അല്ലേ? ഒരു പ്രാണി മറ്റൊരു പ്രാണിക്ക് ജീവനോപായമാണ്, ആഹാരമാണെങ്കിൽ ആ പ്രാണികളുടെ മരണവും സുനിശ്ചിതല്ലേ? ആ പ്രാണി ഈ പ്രാണി പിടിച്ച് തിന്നുമ്പോൾ അതിന് മരണമല്ലേ? ആ മൃത്യുഗ്രസ്തമല്ലേ എല്ലാവരും? ആണ്. ഇനി ആർക്കൊക്കെയാണ് പറയണു? അഹസ്താനി സഹസ്താനം, ഹസ്തങ്ങളില്ലാത്ത ജീവികൾക്ക് ഹസ്തങ്ങളുള്ളവർ, കൈയില്ലാത്തതിനൊക്കെ കൈയുള്ളവർ തിന്നുന്നു. കൈയുള്ള മനുഷ്യൻ കൈയില്ലാത്ത പശുക്കളായ നാൽക്കാലികളൊക്കെ തിന്നുന്നു. ശരിയല്ലേ? അഹസ്താനി സഹസ്താനം, അവർക്ക് ഭക്ഷണമായി തീരണു. ചതുഷ്പദാം അപദാനി ജീവിതം ഭവതി. ചതുഷ്പദത്തിൽ നാൽക്കാലികൾക്ക് എന്താ ആഹാരം? കാലില്ലാത്ത പുല്ല് മുതലായത്. തത്ര ഫൽഗൂനി മഹതാം ജീവനം ഭവതി. അതിൽ തന്നെ ചെറിയ ജീവി വലിയ ജീവിക്ക് ഭക്ഷണമായി തീരണു. കേട്ടോ, രാത്രി നമുക്ക് നോക്കിയാൽ കാണാം, ഗൗളി ഇങ്ങനെ കാണാം. ഗൗളി ലൈറ്റ് ഇടുമ്പോൾ കുറേ പ്രാണികൾ ഇങ്ങനെ വരും. ശരിയല്ലേ? അതിങ്ങനെ പതുകി പോയിട്ട് അതിനെ പിടിച്ചിരണു. ശരിയല്ലേ? ഇങ്ങനെ ചെറിയ ജീവി വലിയ ജീവി തിന്നണു. ഇത് ലോകത്തിൻ്റെ സ്വഭാവം. അങ്ങനെയാണെങ്കിൽ ഏവം ഇപ്രകാരം ഒരു ജീവന് മറ്റൊരു ജീവി ഭക്ഷണമായിട്ട് ഈശ്വരൻ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുവഴി തന്നെ എല്ലാ ജീവികളും മരണത്തിന് വിധിക്കപ്പെട്ടവരുമാണ്. ശരിയല്ലേ? ഈ ജീവി ആ ജീവിതത്തോട് അതിന് മരണം ഉണ്ടാവില്ല, അതിന് മരണത്തിന് പറ്റില്ലല്ലോ. ഇനി അതിനെ വേറൊരു ജീവി തിന്നും, അപ്പോൾ അതും മൃത്യുഗ്രസ്തം തന്നെ എന്നർത്ഥം. അപ്പോൾ ആർക്കാ മരണമില്ലാത്തത്? മരണമില്ലാതെ ഒരു ജീവിയുണ്ടോ സൃഷ്ടിയിലെന്ന് ചോദിക്കുക? ഇല്ല. രണ്ടാമത്, ഈ അജ്ഞാനം നീങ്ങാൻ വേണ്ടി, മോഹം നീങ്ങാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൻ്റെ വാസ്തവസ്ഥിതി എന്താ പറയാം? തദിതം ഭഗവാൻ രാജൻ ഏക ആത്മാത്മനാം സുദൃക്ക് അന്തരോനന്തരോ ഭാതി പശ്യതം മായയോരുധ. സത്യത്തിൽ ഈ കാണുന്ന പ്രപഞ്ചം, രാജൻ മഹാരാജാവേ, ആത്മനാം ആത്മാ സ്വദൃക് ഭഗവാനേവ ഭവതി. ഈ സമസ്ത പ്രപഞ്ചവും സർവരുടെയും ആത്മാവായിരിക്കുന്ന ഭഗവാൻ ഒരുവൻ തന്നെയാണ്. ഇതാണ് ആത്യന്തിക സത്യം. ഭഗവാനല്ലാതെ ഇവിടെ ഇല്ല. ആത്മൈവേദം ജഗത് സർവം എന്ന് ഉപനിഷത്ത് പറയണു. ഈശാവാസ്യമിതം സർവം, സർവം വിഷ്ണുവയം ജഗതെന്ന്. അപ്പോൾ സർവരുടെയും ആത്മാവായി വിളങ്ങുന്നവനും സ്വയം പ്രകാശസ്വരൂപിയും, രണ്ടാമതൊന്നില്ലാത്ത സ്വതൃക്കച്ച സ്വയം പ്രകാശസ്വരൂപി, ആ അദ്വിതീയനുമായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് എല്ലാം. പക്ഷേ മായ കൊണ്ട് അങ്ങനെ ഭഗവാനെ തോന്നാതെ പലതായിട്ട് നമുക്ക് തോന്നുക. ഇതാണ് പറയണത്. അപ്പം അവിടെ നിന്ന് തന്നെ അന്തരോ അനന്തരോ ഭാതി, ഏകനായ ഭഗവാൻ തന്നെയാണ് അകത്തും പുറത്തും, അകത്ത് ചൈതന്യമായും ആത്മാവായും പുറത്ത് വൈവിധ്യമാവുന്ന ഈ നാനാത്വ പ്രപഞ്ചമായ ജീവജാലങ്ങളുടെ രൂപത്തിലും ഇരിക്കുന്നത്. ഉരുധാമായ തം പശ്യ, ഭഗവാന്റെ ശക്തിയായ മായ കൊണ്ട്. പക്ഷെ ആ ഭഗവാനെ കാണാതെ, മായ ഭഗവാനെ മറക്കുകയാണല്ലോ, എന്നിട്ടോ ഈ പലതാണ് കാണുന്നതാണ് സത്യമെന്ന് നമുക്ക് തോന്നിക്കുന്നു. അതുകൊണ്ട് ഈ ഭേദപ്രതീതി മുഴുവനും മായാകൽപ്പിതമാണെന്നറിഞ്ഞ് എല്ലാത്തിലും ഭഗവത് സാന്നിധ്യം കാണാൻ ശ്രമിക്കൂ എന്ന് സൂചന, വ്യംഗ്യം. ഇത്രയും പറഞ്ഞിട്ടും കാര്യം പറഞ്ഞില്ല. ഇത്രയൊക്കെ ആലോചിച്ചാൽ തന്നെ മനസ്സ് സ്വസ്ഥത കിട്ടൂലേ? ഇനിയാണ് പറയണത്, നിങ്ങളും ആ പൂർവന്മാർ പോവായ വഴിക്ക് പോകാൻ തയ്യാറെടുത്തോളൂ എന്ന്. നോക്കണം, പ്രിപ്പയർ ചെയ്യുക മനസ്സിനെ. സോയമദ്യ മഹാരാജ ഭഗവാൻ ഭൂതഭാവന കാലരൂപോ അവതീർണോ സ്യാം അഭവായ സുരദ്വിഷാം. ഹേ മഹാരാജാവേ, ഭൂതഭാവന, ഈ സർവ പ്രപഞ്ചത്തിനും കാര്യകാരനായ
സർവ്വജീവരാശികളെയും സൃഷ്ടിച്ച ആ ഭഗവാൻ, ആ സർവേശ്വരൻ, സുരദ്വിഷാം അഭവായ ദേവദ്രോഹികളായ, ദേവന്മാരെ ദ്രോഹിച്ചതായ ദുഷ്ടന്മാരായ അസുരന്മാരെ സംഹരിക്കാൻ വേണ്ടി കാലരൂപോ അവതീർണോസോ, കാലസ്വരൂപനായി അവതരിച്ച് ഭൂമിയിൽ പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ആര്? ശ്രീകൃഷ്ണനായിട്ട്. കൃഷ്ണാവതാരത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കണം ഈ ശ്ലോകത്തിൽ. എന്ത്? സർവപ്രപഞ്ചത്തിനും സർവ്വജീവരാശികളുടെയും ആദികാരനായ ഭഗവാൻ സർവേശ്വരൻ ദുഷ്ടന്മാരായ അസുരന്മാരെ വസിപ്പിച്ച് ദേവന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രീകൃഷ്ണനായി അവതരിച്ചിരിക്കുക. ഈ കൃഷ്ണൻ ആരാ? കാലസ്വരൂപനാണ്. ആ ഭഗവാൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ആ ഭഗവാനും കൂടി നിങ്ങളിപ്പോൾ കൃഷ്ണൻ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ സുഖമായിട്ട് കൂടാം എന്ന് വിചാരിക്കേണ്ടെന്ന്. ആ കൃഷ്ണനും തൻ്റെ അവതാര കൃത്യം നിർവഹിച്ച് ഇവിടുന്ന് പോവാൻ തയ്യാറെടുക്കുകയാണ്. വാസുവിൽ ഭഗവാൻ പോയി കഴിഞ്ഞു. അത് വിതുരനും പറഞ്ഞില്ല, ഇപ്പം നാരദനും പറഞ്ഞില്ല. കാരണം എന്താ പറഞ്ഞില്ലേ? അതവർക്ക് ആ ദുഃഖം സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിഷ്പാദിതം ദേവകൃത്യം അവശിഷ്ടം പ്രതീക്ഷതേ താവത് യൂയം അവേക്ഷധ്വം ഭവേത് യാവതിഹ ഈശ്വര. ദേവകൃത്യം നിഷ്പാദിതം, ആ ദേവന്മാർ പ്രാർത്ഥിച്ച കാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞു, സാധിപ്പിച്ചു കഴിഞ്ഞു. എന്താ? ദുഷ്ടസംഹാരം കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ മഹാഭാരതത്തിലൂടെ. അവശിഷ്ടം പ്രതീക്ഷതേ, ഇനി ബാക്കി ചിലത് പ്രവർത്തിക്ക് ചെയ്യാനുണ്ട്, അത് നിർവഹിക്കാൻ വേണ്ടി അവിടുന്ന് കാത്തിരിക്കുക. അതെന്താ? അതാണ് യദുകുല സംഹാരം. സ്വന്തം വംശത്തിൻ്റെ സംഹാരമാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് അന്തർധാനം ചെയ്യും. അപ്പോൾ കൃഷ്ണൻ്റെ അവതാരത്തെക്കുറിച്ച് പറഞ്ഞു. ആ ഭഗവാൻ തൻ്റെ അവതാരകൃത്യം നിർവഹിച്ചു. ഇനി ബാക്കിയുള്ളത് തൻ്റെ വംശത്തെയും കൂടി നശിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകും, അന്തർധാനം ചെയ്യും. അതുകൊണ്ട് അവിടുന്ന് എത്ര കാലം ഈ ഭൂമിയിൽ ഇരിക്കണ്ടോ അത്ര കാലം മാത്രമേ നിങ്ങൾക്കും സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കൂ. അതിനുശേഷം നിങ്ങളും ഇവിടുന്ന് പോകാൻ തയ്യാറെടുത്തോളൂ. അതൊക്കെ പിന്നീട് അർജുനൻ വന്ന് പറയുമ്പോൾ അതുപോലെ അവർ ചെയ്യുന്ന അർത്ഥം. അപ്പോൾ യദുകുലനാശത്തെ സൂചിപ്പിച്ചു ഇവിടെ. ഇങ്ങനെയും പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് ശേഷം എൻ്റെ വല്യച്ഛനും വല്യമ്മ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുക. ധൃതരാഷ്ട്രസഹഭ്രാത്ര ഗാന്ധാര്യാജസ്വഭാര്യയ ദക്ഷിണേന ഹിമവതഃ ഋഷീണാമാശ്രമം ഗതഃ. എന്താ നമ്മളെ സൂചിപ്പിക്കുന്നത്? നമ്മുടെ പൂർവികന്മാരൊക്കെ എങ്ങനെയാണ് ജീവിതം അവസാനിപ്പിച്ചത്? അവരൊക്കെ ഒരു സമയത്ത് ഇതുമാതിരി നേരെ വടക്കോട്ട് പോയി, ഹിമാലയത്തിലേക്ക് പോയി അല്ലേ, തപോഭൂമിയിലേക്ക് പോയി. ഹൃദി കൃത്വാ ഹരിം ഗേഹാൽ പ്രവർത്തിയിൽസ നരോത്തമ പറഞ്ഞു. ഹൃദയത്തിൽ ഭഗവാൻ ശ്രീഹരിയെ ഉറപ്പിച്ച് ഭഗവാനെ പ്രതിഷ്ഠിച്ച് ആ ഭഗവത് ചിന്തനത്തിൽ എല്ലാം വിട്ട് ഏകാന്തത്തിൽ പോയിരുന്ന ഭഗവത് ധ്യാന നിരതനായിട്ട് ദേഹത്തെ വെടിയണം. അതിനുള്ള സമയമായി. ഭഗവാൻ പോലും തൻ്റെ അവതാര ഉദ്ദേശം നിർവഹിച്ചു കഴിഞ്ഞ് ഇവിടുന്ന് പോകാൻ തയ്യാറെടുക്കുകയാണ്. നിങ്ങൾക്കും പൂർവന്മാർ പോകാനുള്ള വഴിക്ക് പോകാൻ സമയമായി, തയ്യാറെടുത്തോളൂ എന്ന് പറഞ്ഞ് ഒരുക്കിയതിന് ശേഷം ഇന്ന് ധൃതരാഷ്ട്രൻ പത്നിയായ ഗാന്ധാരിയോടുകൂടി സഹോദരനായ വിതുരനോടും കൂടി എവിടെ എത്തിയിരിക്കണു? ഹിമവതഃ ഋഷീണാമാശ്രമം ഗതഃ. ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്ത്, ദക്ഷിണേന ഹിമാലയത്തിൽ തെക്ക് ഭാഗത്തുള്ള ഋഷീശ്വരന്മാർ തപസ് ചെയ്യുന്ന ആ ആശ്രമ സമീപത്തിലുണ്ട്, എത്തിയിട്ടുണ്ട്. അതെവിടെയാണ്? ആ സ്ഥലവും പറഞ്ഞു കൊടുത്തു. സ്രോതോപി സപ്തഭിർയാവൈ സ്വർധുനി സപ്തതാ വിധാത് സപ്താനാം പ്രീതേ നാനാ സപ്തസ്രോത പ്രജക്ഷതേ. സ്വർധുനി, സ്വർഗഗംഗ, ആകാശഗംഗ, അല്ലെങ്കിൽ പ്രസിദ്ധമായ സ്വർഗത്തിലെ ഗംഗാനദി. സപ്തഭി സ്രോതോഭിഹി, ഭൂമിയിലേക്ക് ആ ഗംഗ വന്ന സമയത്ത് ഒരിടത്ത് വന്നപ്പോൾ 7 കൈവഴികളായിട്ട് ഒഴുകിയത്രേ. അതിന് വേണ്ടിയിട്ടാ? സപ്താനാം പ്രീതയെ, സപ്തഋഷികളുടെ സന്തോഷത്തിന് വേണ്ടി. സ്വർഗഗംഗ ഭൂമിയിൽ നിന്ന് വന്നു, ഭഗീരഥൻ കൂട്ടിയിട്ട് വന്നു. ആ ഗംഗ ഒരിടത്ത് സപ്തർഷികളുടെ സന്തോഷത്തിന് വേണ്ടി 7 കൈവഴികളായി പിരിഞ്ഞൊഴുകി ആ ദേശം. അതിന് സപ്തസ്രോത പ്രജക്ഷ, സപ്തസ്രോതസ് എന്ന് പറയും. ഗംഗ 7ആയി പിരിഞ്ഞ സ്ഥലം. ആ പുണ്യസ്ഥലത്താണ് ഇപ്പോൾ ഋഷിമാർ തപസ് ചെയ്യുന്ന. അവിടെ ഇപ്പോൾ വിതുരനോടുകൂടി ധൃതരാഷ്ട്രനും ഗാന്ധാരിയുള്ളത്. ഏതായി സ്ഥലം? ഹരിദ്വാരം. ഹരിദ്വാരത്താണ് ഈ സപ്തർഷികളുടെ അവിടെ പോകുമ്പോൾ നമുക്ക് കാണിക്കില്ലേ, ആ സപ്തർഷികളുടെ തപസ്ഥലം. അവിടെ ഗംഗ 7ആയി പിരിഞ്ഞ സ്ഥലമൊക്കെ അവിടെയാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ വിതുരൻ ഇവരെ കൂട്ടിയിട്ട് പോയിട്ടുള്ളതെന്ന് സൂചിപ്പിച്ചു.
എന്നാൽ വേഗം പോയി ഞാൻ കൂട്ടിയിട്ട് വരാം അവരെ എന്നങ്ങ് വിചാരിക്കുകയാണല്ലോ, ചെയ്യാൻ പാടില്ല. വിചാരിക്കലോ എവിടെയുള്ളതെന്ന് മനസ്സിലായല്ലോ, എന്നാൽ ഞാൻ പോയി തിരിച്ചു കൊണ്ടുവരാമെന്ന് പറയുകയാണെങ്കിലോ അവർ ധ്യാനനിരതായിരിക്കുക പറഞ്ഞു. സ്നാത്വാനുസവനം തസ്മിൻ ഹുത്വാ ചാഗ്നീൻ യഥാവിധി അപക്ഷ ഉപശാന്താത്മാ സ ആസ്തേ വിഗതൈഷണ. പറയാണ് തസ്മിൻ അവിടെ ആ പുണ്യതീർത്ഥത്തിൽ ഗംഗാതീരത്ത് ഹരിദ്വാറിൽ എങ്ങനെ അവിടെ ആ ഗംഗയിൽ സ്നാനം ചെയ്ത് ഹുത്വാച അഗ്നി യഥാവിധി അഗ്നികാര്യങ്ങളൊക്കെ യഥാവണ്ണം നിർവഹിച്ചുകൊണ്ട് അപക്ഷ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഉപശാന്താത്മാ ഇന്ദ്രിയങ്ങളൊക്കെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് ശാന്തമനസ്സോടുകൂടി വിഗതൈഷണ ഏഷണകളിൽ നിന്നൊക്കെ മനസ്സിനെ മുക്തമാക്കി ഭഗവത് ചിന്തനത്തിൽ കഴിയാന്ന്. ഏഷണ പരത ഏഷണാത്രയങ്ങൾ എന്ന് പറയാം. പുത്രനിലുള്ള ആശ, ധനത്തിലുള്ള ആശ, പ്രശസ്തിയിലുള്ള ആശ, അങ്ങനെയാണ് പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ എന്നൊക്കെ പറയും. ഇങ്ങനെ പലതിലുള്ള ആശയുണ്ടല്ലോ നമ്മുടെ ആസക്തികൾ. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ഈശ്വരനിൽ ഏകാഗ്രപ്പെടുത്താൻ തടസ്സമാണ്. ഇതിൽ നിന്നൊക്കെ ഇപ്പോഴത്തേന് മനസ്സ് പിൻവാങ്ങി വെറും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ആ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ജിതാസന ജിതശ്വാസ പ്രത്യാഹൃത ഷഡിന്ദ്രിയ ഹരിഭാവനയാ ധ്വസ്തരജസത്വതമോമല. ധൃതരാഷ്ട്രൻ്റെ അവസ്ഥയെ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ സാധിച്ചു അദ്ദേഹത്തിന് അന്ത്യകാലത്ത് എന്നുള്ളത്. നോക്കൂ, ജിതാസന ആസനജയം നേടി ജിത ശ്വാസ പ്രാണനെ ജയിച്ചു, പ്രാണായാമം കൊണ്ട് പ്രാണനെ ജയിച്ച് പ്രത്യാകൃത ഷഡിന്ദ്രിയ 6 ഇന്ദ്രിയങ്ങളെയും 5 ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിച്ച് നിയന്ത്രിച്ച് അന്തർമുഖമാക്കി തീർത്ത് ആ അന്തർമുഖമായ മനസ്സിൽ ഹരിഭാവനയ ഭഗവാൻ ശ്രീഹരിയുടെ കോമള രൂപത്തെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ആ ധ്യാനത്തിൻ്റെ ഫലമായിട്ട് എന്തായി? ധ്വസ്ത രജസ്തമോ മലഹ, രജസത്വതമോ മലഹ, സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ആകുന്ന മാലിന്യങ്ങളെ അതിവർത്തിച്ചു. മനസ്സ് സമാധിയിലായി നത്തം. രജോ ഗുണം തമോ ഗുണമാണ് മാലിന്യം പൊതുവെ പറയാം അല്ലേ. ഒന്ന് ഉറക്കം, ഒന്ന് വിക്ഷേപം ഉണ്ടാക്കുന്നതാണ്. തമോ ഗുണം ഉറക്കം ഉണ്ടാക്കും, രജോ ഗുണം വിക്ഷേപം പല പല വിചാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അശാന്താക്കും. സത്വഗുണം നല്ലതല്ലേ? ഈ സത്വഗുണവും മലം തന്നെയാണ്. സത്വഗുണത്തിൽ എത്തിയാൽ നമുക്ക് ഏകാഗ്രമായി ധ്യാനിക്കാൻ സാധിക്കും. പിന്നെ ഈ സത്വഗുണത്തെയും വിടണം, അപ്പോഴേ ഈശ്വരാനുഭൂതിയുള്ളൂ. ഇവിടെ പറയണ നോക്കൂ, ധ്വസ്ത രജസത്വതമോമലഹ, രജോ ഗുണമാകുന്ന മാലിന്യത്തെയും തമോ ഗുണമാകുന്ന മാലിന്യത്തെയും സത്വഗുണമാകുന്ന മാലിന്യത്തെയും അതിവർത്തിച്ചു നത്തം വിട്ടു. എങ്ങനെ വിട്ടു? ഹരിഭാവനയാ. ഹരിർദു നിർഗുണ സാക്ഷാൽ എന്നാണ് ഭാഗവതം പറയും അല്ലേ. ഹരിയാര നിർഗുണ നിരാകാരനായ പരമാത്മാവാണ്. അപ്പം ആ ഭഗവാന്റെ നിരന്തരമായ ധ്യാനത്തിൽ സത്വഗുണത്തെപ്പോലും അതിവർത്തിച്ച്, മറ്റു 2 ഗുണങ്ങളെ അതിവർത്തിച്ചാലേ സത്വഗുണത്തിലെത്താൻ പറ്റുള്ളൂ. സത്വഗുണം കൊണ്ടേ ഈ ധ്യാനത്തിൽ ഏകാഗ്രത വരുള്ളൂ. ഈ ധ്യാനത്തിലൂടെ സത്വഗുണത്തെയും അതിവർത്തിച്ച് ഗുണാതീത നിലയിലാണ് ഇപ്പോൾ ധൃതരാഷ്ട്രൻ്റെ ഇരിപ്പ് എന്ന് പറയുകയാണ് നാരദൻ. സമാധി, മനസ്സ് ഭഗവാൻ ലയിച്ചു ചേർന്ന് കഴിഞ്ഞു അർത്ഥം. വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണി ആത്മാനം ആധാരേ ഖടാംബര വിവാംബരേ. എങ്ങനെയാ? ബാഹ്യവിഷയങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധയെ അന്തർമുഖമാക്കി മനസ്സ് ഉള്ളിൽ വരുന്ന ചിന്തകളൊക്കെ ദൃശ്യമായി അറിഞ്ഞ് ആ ദൃശ്യപ്രപഞ്ചത്തെ മുഴുവൻ, ദൃശ്യചിന്തകളെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ദ്രഷ്ടാവായ സാക്ഷിയായ ക്ഷേത്രജ്ഞനിൽ വിലയിപ്പിച്ചു എന്നർത്ഥം. ക്ഷേത്രജ്ഞനാണ് സാക്ഷി, ചിന്തകളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് സാക്ഷിയായിരിക്കുന്നത്. ആ സാക്ഷിയുടെ നിരന്തരമായ ചിന്തനത്തിൽ മനസ്സിനെ ഏർപ്പെടുത്തി ദൃശ്യചിന്തകൾ മുഴുവനും കെട്ടടങ്ങി അവസാനം ആ ദ്രഷ്ടാവെന്നുള്ള അവസ്ഥയും കൂടി ഇല്ലാണ്ടായപ്പോൾ കുടത്തിലെ ആകാശം പുറത്താകാശത്തിൽ ഒന്നായ മാതിരി ഈ ജീവാത്മാ എങ്ങും അപ്പോൾ ഈ ശരീരത്തിലിരിക്കുമ്പോൾ ആളാണ് ക്ഷേത്രജ്ഞൻ എന്നൊക്കെ പറയണത്, ജീവാത്മാവെന്നൊക്കെ പറയണത്. അതെന്തായി? എങ്ങും നിറഞ്ഞിരിക്കുന്ന പരമാത്മാവി വിലയം പ്രാപിച്ചു എന്നർത്ഥം. അതാണ് ഖടാംബരം ഇവാംബരേ. ഖടാകാശം മഹാകാശത്തിൽ വേവിച്ച മാതിരി ബ്രഹ്മണി ആത്മാനം, എങ്ങും നിറഞ്ഞിരിക്കുന്ന പരമാത്മാവിൽ ഈ സാക്ഷി. സാക്ഷി ആരാ? സതം ബ്രഹ്മം തന്നെയാണ്. സാക്ഷി ബ്രഹ്മമാണ് സാക്ഷിയായിട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ചിന്തകളോട് നമ്മൾ ചേർന്ന് പോകുകൊണ്ട് അതിൻ്റെ അനുഭൂതിയില്ല. ചിന്തകളിൽ നിന്ന് ചിന്തകളൊക്കെ ദൃശ്യമായി അറിഞ്ഞ് കാമാദ്യ ദൃശ്യ
കാമാദ്യ ചിത്തകാ ദൃശ്യ തൽ സാക്ഷിത്വേന ചേതനം ധ്യായേത് എന്ന് ദൃഗ്ദൃശ്യ ധ്യാനത്തെ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഉള്ളിൽ പൊന്തി വരുന്ന കാമോ ക്രോധോ ലോഭോ മോഹോ മതോ എന്ത് വിചാരമായാലും ഇതെല്ലാം ദൃശ്യമാണെന്നറിഞ്ഞ് ഇതല്ല സത്യം, ഇതിനെ സാക്ഷിയായി പ്രകാശിപ്പിക്കുന്ന ആ ബോധസ്വരൂപനെ നിരന്തരം ഓർമ്മിക്കുക. ആ പ്രക്രിയയിൽ എന്താവും? ഈ ദൃശ്യചിന്തകളെല്ലാം കെട്ടടങ്ങും. ദൃശ്യചിന്തകൾ കെട്ടടങ്ങിക്കഴിഞ്ഞാലോ പിന്നെ ദ്രഷ്ടാവ് എന്നുള്ള പദവി നഷ്ടപ്പെട്ടു. ആ അവസ്ഥയിൽ ധ്യാനിക്കുന്നവൻ ധ്യാനിക്കൽ എന്ന പ്രക്രിയ ഇല്ലാണ്ടായി. മനസ്സിലായോ? ത്രിപുടി മുടിഞ്ഞു എന്നർത്ഥം. ധ്യാതാവ്, ധ്യാനിക്കൽ, ധ്യാനിക്കുന്ന വിഷയം, ഇത് മൂന്നെണ്ണം ത്രിപുടി എന്ന് പറയുന്നത് ഇത് മുടിഞ്ഞു. ആ അവസ്ഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ബ്രഹ്മാനുഭൂതി, സമാധി, ആത്മാനുഭൂതി എന്നർത്ഥം. അതിൻ്റെ ആ ധ്യാനം കൊണ്ട് എന്തായി? ധ്വസ്തമായ ഗുണോദർക്കോ നിരുദ്ധകരണാശേഖ, സകല വാസനകളും ആ ധ്യാനത്തിലൂടെ നശിച്ചു. നിവർത്തിത അഖിലാഹാര ആസ്തേ സ്ഥാണുരിവാതല, ബാഹ്യവും ആന്തരവുമായിട്ടുള്ള കരണങ്ങൾ ഉപകരണങ്ങളും ഒന്നും പ്രവർത്തിക്കാണ്ടായി. ദേഹവും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയൊന്നും പ്രവർത്തിക്കാണ്ടായി, നിശ്ചലമായി നർത്ഥം. യഥാ സർവേ പ്രമുച്യന്തേ ജ്ഞാനാനി മനസാസഹ, ഇന്ദ്രിയങ്ങളെല്ലാം മനസ്സോടുകൂടി ബുദ്ധിശ്ചന വിജേഷ്ടതി താമാഹു പരമാം ഗതിം. ഇന്ദ്രിയങ്ങൾ പരിപൂർണമായ വിഷയങ്ങളിൽ പിൻവാങ്ങി മനസ്സ് ബുദ്ധിയിലും ബുദ്ധിസാക്ഷിയിലും വിലയിച്ചു. ബുദ്ധിശ്ചന വിശേഷതി താമാഹു പരമാം ഗതിം. അതിനെയാണ് പരമഗതിയായിട്ട് കഠോപനിഷത്തിൽ യമധർമ്മ മഹാരാജാവ് പറഞ്ഞു തരണം നൃത്തം. നചികേതസിന് പറഞ്ഞു കൊടുക്കില്ലേ? അതെ. ഇപ്പം ആ അവസ്ഥ എങ്ങനെയാണ്? സ്ഥാണുരിവാതലഹ, നിഷ്ക്രിയനായി, ശരീരം ചലിക്കാതെ ഒരു തൂണ് പോലെയാണ് ധൃതരാഷ്ട്രൻ നിർവികൽപ്പ സമാധിയിൽ പിരിക്കുക. വികൽപ്പ സമാധി കൂടിയല്ല, നിർവികൽപ്പ സമാധിയിലെത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പം അങ്ങ് പോണത് ശരിയോ? അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ സമാധിയിൽ ഇരിക്കുന്ന അദ്ദേഹത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്ന് മനസ്സിൽ വിചാരം ധർമ്മപുത്രൻ, ഞാൻ പോയി അദ്ദേഹത്തെ തിരിച്ചു കൂട്ടിയിട്ട് വരാം, എന്നിട്ട് സുഖമായി നോക്കാമെന്ന്. ഈ നിലയിലിരിക്കുന്ന അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണ്ട. തസ്യാന്തരായോ മൈവാഭൂ തന്യസ്താഖിലകർമ്മണ സവാ അദ്യതനാൽ രാജൻ പരത പഞ്ചമേഹനി കളേവരം ഹാസ്യതി സ്വം തച്ച ഭസ്മീ ഭവിഷ്യതി. അതുകൊണ്ട് എല്ലാ വ്യവഹാരങ്ങളും വിട്ട് ആത്മധ്യാനപരനായി ആ ഭഗവത് സ്വരൂപത്തിൽ മനസ്സലിഞ്ഞ് ഏകാഗ്രമായി വിലയിച്ച് ആ ഭഗവത് സ്വരൂപനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ സദ്ഗതിക്ക് തസ്യ അന്തരായ മൈവാഭു അങ്ങ് അത് പോയി അതിന് തടസ്സം സൃഷ്ടിക്കരുത്, ഒരു വിഘ്നമാവരുത് എന്നർത്ഥം. ഈ ഒരു സദ്ഗതിക്കാണ് എല്ലാവരും കാക്കണത്, പ്രതീക്ഷിക്കണല്ലേ? അത് അദ്ദേഹത്തിന് കൈവന്നു ഈശ്വരാനുഗ്രഹം കൊണ്ട്. അതിനെ തടസ്സപ്പെടുത്താൻ അങ്ങ് പോകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ധർമ്മപുത്രൻ്റെ മനസ്സിലൊരു വിചാരം വന്നു, ശരി, തടസ്സപ്പെടുത്താനില്ല, ഈ നിലയിലിരിക്കുന്ന ആ മഹാത്മാവിനെ ഒന്ന് പോയി കണ്ട് നമസ്കരിച്ചിട്ട് വന്നാലോ, അങ്ങനെ തോന്നാലോ അല്ലേ, ഒരു ദർശനം നടത്തിയിട്ട് വരാം എന്ന് ധർമ്മപുത്രൻ മനസ്സിൽ വിചാരം വെച്ച് ശങ്കിച്ചുകൊണ്ട് ഉടനെ നാരദൻ പറഞ്ഞു, ഹേ രാജൻ, സവ അദ്യതനാൽ ഇന്നയ്ക്ക് പരതഃ പഞ്ചമേഹനി, ഇന്ന് മുതൽ 5-ാം ദിവസം, 5 ദിവസമായിരുന്നു, ഇന്ന് 5-ാം ദിവസം സ്വം കളേവരം ഹാസതി, അങ്ങ് ഇവിടുത്തെ ചെയ്യുമ്പോഴേക്കും അദ്ദേഹം ദേഹം പിടിയും. ഇന്നൊക്കെ 5 ദിവസം ഞാൻ അദ്ദേഹത്തിന് ആയുസുള്ളൂ, ഇന്നൊക്കെ 5-ാം ദിവസം ആ നിർവികൽപ്പ സമാധിയിലിരുന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം ഉപേക്ഷിക്കും. എങ്കിലൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മം നിർവഹിക്കാനപ്പോൾ ഒരാളില്ലല്ലോ, ഞാൻ പോയി സംസ്കാര കർമ്മങ്ങളൊക്കെ നിർവഹിക്കാം എന്ന് വിചാരിക്കണം. ഇതാണ് മമത കൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നത് നമുക്ക്. പറയാ അതിനും അങ്ങ് പോകേണ്ടതില്ല പറഞ്ഞു. എന്താ കാരണം? തച്ച ഭസ്മീ ഭവിഷ്യതി, ആ ശരീരം അദ്ദേഹത്തിൻ്റെ യോഗാഗ്നിയിൽ സ്വയം കത്തിയെരിഞ്ഞ് ചാരമാവും, ഭസ്മായി തീരും. തച്ച ഭസ്മീ ഭവിഷ്യതി. എന്നൊരു കാര്യം ചെയ്യാം, ഇപ്പം തീർച്ചയായിട്ടും ഞാൻ പോകണം. അദ്ദേഹം പാവം ഇപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണില്ലാത്ത അധാരി ദേവി ഉണ്ടല്ലോ അവിടെ, അല്ലേ വല്യമ്മ, ആ വല്യമ്മ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാം. ഇതൊക്കെ മനുഷ്യരായ നമ്മുടെ ചിന്തകളാണേ, ഇതൊക്കെ ഉണ്ടാവാലോ. അപ്പം അതിന് മറുപടിയായിട്ട് പറഞ്ഞു, അതും പോണ്ട, ഗാന്ധാരിയും കൊണ്ടുവരാൻ പോകണ്ട. എന്താ കാരണം? ദഹ്യമാനെ അഗ്നിഭി ദേഹേ പത്നി സഹോടജേ ബഹിസ്ഥിത പതിം സാധി തം അഗ്നിം അനുവേക്ഷ്യതി. സഹ ഉടജേ പത്നി ദേഹേ, എന്താവും? തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഉടജം ആ പർണശാലയോടുകൂടി കത്തും. അദ്ദേഹത്തിൻ്റെ യോഗാഗ്നി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമല്ല, ആ ശരീരത്തിലൊക്കെ അഗ്നി പടർന്നു പിടിച്ചിട്ട് ആ പർണശാലയും കൂടിയും കത്തും.
അങ്ങനെ ഭർണശാലയോടുകൂടി അതിലിരുന്ന് ശരീരം ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിൻ്റെ ശരീരം ദഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കാണുന്ന ബഹിസ്ഥിത പുറത്തു നിൽക്കുന്ന ആ ദേവി ബഹിസ്ഥിതാ ദേവി പുറത്തു നിൽക്കുന്ന ആ ദേവി ഇത് കണ്ടിട്ട് സാധ്വി പതിവ്രതാദേവിയായ ദേവി എന്തു ചെയ്യും? ഭർത്താവിൻ്റെ പാതാരബിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് തം അഗ്നിം അനുവേക്ഷതി, ആ അഗ്നിയിൽ പ്രവേശിച്ച് അവരും സദ്ഗതി അടയും. ഞങ്ങൾ പോട്ട കാര്യമില്ല. അപ്പോൾ മാത്രമല്ല ഇത് വളരെ 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 ശ്രദ്ധേയമായൊരു വിഷയമാണ്. ഈ ധൃതരാഷ്ട്രനെ കുറിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ വിചാരിക്കുമോ? ഇങ്ങനൊരു അന്ത്യം അല്ലേ ധൃതരാഷ്ട്രർക്ക്? അദ്ദേഹത്തിനും ഭഗവാന്റെ ദർശനം ഉണ്ടായിന്ന, കണ്ണും പൊട്ടനാണെങ്കിലും ആ വിശ്വരൂപം കാണിച്ചില്ലേ കൊട്ടാരത്തിൽ ഇത് പറയാൻ പറഞ്ഞിട്ട്. അപ്പോൾ ദുശാസൻ ദുര്യോധനവർക്കത് മോഹാലസ്യപ്പെട്ട് വീണെങ്കിലും ഈ വിശ്വരൂപം കാണാൻ ഭാഗ്യമുണ്ടായ ആളാണ്. കൃഷ്ണൻ്റെ പ്രഭാവം അദ്ദേഹത്തിന് ഉള്ളിൽ നല്ലോണം അറിയാം, ഭീഷ്മരുടെയൊക്കെ മഹത്വം അറിയാം. പക്ഷേ ഈ മകനോടുള്ള മമത കൊണ്ട് ആ അധർമ്മത്തിന് കൂട്ടുനിന്നുള്ളൂ. എന്തായാലും അദ്ദേഹത്തിന് നല്ലൊരു അന്ത്യമുണ്ടായി അല്ലേ. 5 ദിവസം ഉണ്ടായെങ്കിലും ആ തക്കതാ സമയത്ത് മഹാത്മാവായ വിതുരൻ വന്നു. അദ്ദേഹത്തിന് വൈരാഗ്യമുണ്ടാകുന്ന വാക്കുകൾ പറഞ്ഞു കൂട്ടിയിട്ട് പോയി ഏകാന്തത്തിൽ ധ്യാനനിരതനായി തൻ്റെ ശരീരത്തെ വിട്ടു. അപ്പോൾ ധർമ്മപുത്രൻ്റെ ഉള്ളിൽ മറ്റൊരു ചിന്ത, അയ്യോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വല്യച്ഛനും വല്യമ്മയും പോയി വിതുരൻ പാവം ഒറ്റയ്ക്കായി കൂട്ടിക്കൊണ്ടുപോയ ആൾ, എന്നാൽ അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും കൊണ്ടുവരാം, എന്നിട്ട് പോയിട്ട് വന്നാലോ? അവർ വേണ്ട വിതുരൻ്റെ കാര്യത്തിലും അങ്ങ് പോണ്ട. വിതുരൻ ചെയ്യുമിനെ വിതുരസ്തു തത് ആശ്ചര്യം നിശാമ്യ കുരുനന്ദന ഹർഷശോകയുധ തസ്മാത് ഗന്ധാ തീർത്ഥ നിഷേവക. വിതുരനാകട്ടെ ഹർഷശോകായുധ, സഹോദരന് അവസാനം ഈ സദ്ഗതി വന്നൂലോ മുക്തി വന്നൂലോ അത് കണ്ടിട്ട് അത്യധികം സന്തോഷം ഉണ്ടാവും. അതേ സമയത്ത് ലൗകരീത്യ ആ ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠത്തിയുടെയും വിയോഗത്തിൽ കുറച്ച് സങ്കടം ഉണ്ടാവും, എങ്കിലും സന്തോഷമാണ് മൊത്തത്തിൽ. അങ്ങനെ അദ്ദേഹം പിന്നെ അവിടെ നിൽക്കില്ല. അദ്ദേഹം ഗന്ധാ തീർത്ഥ നിഷേവക, അദ്ദേഹം പുണ്യതീർത്ഥമായ പ്രഭാസത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ ശരീരം അവിടെയും വിടും. അങ്ങനെ ഉണ്ടായത്. പിന്നെ അദ്ദേഹം പുണ്യതീർത്ഥത്തിൽ പോകും. പുണ്യതീർത്ഥത്തിൽ പോയി അദ്ദേഹം ശരീരം വിടും, പ്രഭാസത്തിൽ പോയി ശരീരം വിട്ടു. എന്നിപ്രകാരം പറഞ്ഞ് ധർമ്മപുത്ര മഹാരാജാവിന് എല്ലാവർക്കും മോക്ഷരഹസ്യം പറഞ്ഞു കൊടുത്ത് അവസാനം ഒരാൾ മുക്തനാകണമെന്നൊക്കെ പറഞ്ഞ് ലൗകിക രീതിയും പറഞ്ഞു കൊടുത്തതിന് ശേഷം നാരദ മഹർഷി തുമ്പുരു മഹർഷിയോടുകൂടി നേരെ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. സ്വർഗത്തിൽ നിന്നാണ് പോകുന്നത് ഭഗവാന്റെ പ്രേരണ കൊണ്ട്. ഇത്യുക്ത്വാചാരുഹൽ സ്വർഗം നാരദ സഹ തുമ്പുരുഹു യുധിഷ്ഠിരോ വചസ്തസ്യ ഹൃദി കൃത്വാ അജഹാൽ ശുചഹ. ഇത്യുക്ത്വാ ഇപ്രകാരം ഉപദേശിച്ചും വെച്ച് നാരദ മഹർഷി സഹ തുമ്പുരു മഹർഷിയോടുകൂടി സ്വർഗം ആരുഹത് സ്വർഗത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ആരോഹണം ചെയ്യുന്നു വെച്ചാൽ പോയി നത്തം. യുധിഷ്ഠിര മഹാരാജാവട്ടെ തസ്യ വരഹ ശ്രുത്വ ആ മഹർഷിയുടെ ഉപദേശങ്ങളെ കേട്ടിട്ട് ശുചഹ അജഹാദ് ദുഃഖത്തെ വെടിഞ്ഞു നത്തം. എങ്ങനെ സാധിച്ചു? ഹൃദികൃത്വ നാരദരുടെ ഉപദേശത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ദുഃഖം പോയി. നമ്മൾ കേട്ടോണ്ട് ദുഃഖം പോവില്ല, കേട്ടത് ഹൃദയത്തിൽ ഉറപ്പിച്ചു വയ്ക്കണം എന്നർത്ഥം, ചിന്തിച്ചുറപ്പിക്കണം. അതാണ് ആ ഉപദേശത്തെ ഹൃദികൃത്വ, ഹൃദയത്തിൽ ഉറപ്പിച്ചു, മനസ്സിൽ ഉറപ്പിച്ചു, ചിന്തിച്ചാലേ ഉറക്കുള്ളൂ. ചിന്തിച്ച് ഉറപ്പിച്ചപ്പോൾ എന്തായി? ബന്ധുവിയോഗത്താലുള്ള ശുചഹ ദുഃഖം അജഹാദ് അദ്ദേഹത്തിന് വെടിയാൻ സാധിച്ചു. നല്ല ഒരു പ്രകരണം, നല്ല രംഗത്ത നമുക്ക് നിർത്താൻ പറ്റി ഈ തവണത്തെ യജ്ഞം. ഓം നമ ശിവായ. 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 ഓം നമ ശിവായ.
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.